ഹലോ തേർഡ് ഇയേഴ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഒരു പുതിയ യൂണിറ്റ് പഠിക്കാൻ പോവുകയാണ്. യൂണിറ്റിൻ്റെ പേര് സൈക്യാട്രിക് അസസ്മെൻ്റ് എന്നുള്ള യൂണിറ്റാണ് പഠിക്കുന്നത്. ഓക്കെ, അതിനകത്ത് നമുക്കറിയാമല്ലോ, സൈക്യാട്രിക് അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വി ആർ ഗോയിങ് ടു ഡു സം അസസ്മെൻറ്റ് വിത്ത് സൈക്യാട്രിക് പേഷ്യൻറ്റ് അല്ലേ, അതാണ് സൈക്യാട്രിക് അസസ്മെൻറ്റ്. ഇത് നിങ്ങളുടെ മൂന്നാമത്തെ യൂണിറ്റാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യമേ സൈക്യാട്രിക് അസസ്മെൻറ്റ് പഠിക്കുന്നതിന് മുമ്പ് അസസ്മെൻറ്റ് എന്താണെന്ന് നമ്മൾ അറിയണം അല്ലേ. അപ്പം അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സാണ്, അല്ലെങ്കിൽ ഡിസീസുള്ള രോഗികളുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന ആൾക്കാരാണ് ഹെൽത്ത് പേഴ്സണൽ എന്ന് പറയാം, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എന്നൊക്കെ പറയാം. അപ്പം നമ്മൾ ചെയ്യുന്ന അസസ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും രോഗത്തെ പറ്റിയും പേഷ്യൻറ്റിനെ പറ്റിയും ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനെ ഹെൽത്ത് അസസ്മെൻ്റ് എന്ന് പറയാം. സോ അസസ്മെൻറ്റ് ഓർ ഹെൽത്ത് അസസ്മെൻറ്റ് ഇൻവോൾവ്സ് ദ കളക്ഷൻ, ഓർഗനൈസേഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ഇൻഫർമേഷൻ എബൌട്ട് ദി പേഷ്യൻറ്റ്സ് ഹെൽത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് അസസ്മെൻറ്റിനെ ബ്രീഫായിട്ട് പറയാം. സോ ഹെൽത്ത് അസസ്മെൻറ്റ് ഇറ്റ് ഇൻവോൾവ്സ് ദ കളക്ഷൻ, ഓർഗനൈസേഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ഇൻഫർമേഷൻ എബൌട്ട് ദ പേഷ്യൻറ്റ്സ് ഹെൽത്ത്. അപ്പോൾ ഹെൽത്ത് അസസ്മെൻറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ ഇനിയും നമുക്ക് വാട്ട് ഈസ് സൈക്യാട്രിക് അസസ്മെൻ്റ് എന്ന് നോക്കണം. അപ്പോൾ സൈക്യാട്രിക് അസസ്മെൻ്റ് എന്ന് പറയുന്നത് ഇതേ ഹെൽത്ത് അസസ്മെൻറ്റ് തന്നെ നമ്മളൊരു സൈക്യാട്രിക് പേഷ്യൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നടത്തുമ്പോൾ അതിന് സൈക്യാട്രിക് അസസ്മെൻ്റ് എന്ന് പറയും. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് an assessment about psychiatric patient which involves the collection, organization and analysis of information about the patient's psychiatric condition. മനസ്സിലായല്ലോ. അപ്പോൾ അതാണ് നമ്മളുടെ സൈക്യാട്രിക് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട്, അത് സൈക്കോ സോഷ്യൽ അസസ്മെൻ്റ് എന്ന് ഇതിനെ പറയാം. മനസ്സിലായോ? സൈക്യാട്രിക് അസസ്മെൻ്റ് എന്ന് കൂടാതെ സൈക്കോ സോഷ്യൽ അസസ്മെൻ്റ് എന്നുള്ള ഒരു പേര് കൂടി ഇതിനുണ്ട്. അതും ഞാൻ പറഞ്ഞ പ്രോസസ് ഓഫ് ഗ്യാതറിങ് ഇൻഫർമേഷൻ വിത്ത് പർപ്പസ് ഓഫ് മേക്കിംഗ് എ ഡയഗ്നോസിസ്. ഇപ്പം നമ്മൾ ഒരു ഹെൽത്ത് അസസ്മെൻറ്റ് നടത്തുക എന്ന് പറഞ്ഞാൽ ഞാൻ ഏത് ഹെൽത്ത് കെയർ പ്രൊവൈഡറിനും ഹെൽത്ത് അസസ്മെൻറ്റ് നടത്താം. അതിനകത്ത് ഡോക്ടർ ഉണ്ടാകാം, നഴ്സസ് ഉണ്ടാകാം, പിന്നെ വേറെ ഒരുപാട് പാരാമെഡിക്കൽ പേഴ്സൺസ് പേഷ്യൻ്റെ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നവരുണ്ടല്ലോ. ലാബ് ടെക്നീഷ്യൻ ആകാം, ഡിഫറെൻറ്റ് തെറാപ്പിസ്റ്റുകളാകാം, അങ്ങനെ ഒരുപാട് ആൾക്കാർ പേഷ്യൻ്റെ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഉണ്ട്. അപ്പം അവരെല്ലാം ഈ പറയുന്ന അസസ്മെൻറ്റ് നടത്തുന്ന എന്തെങ്കിലും ഒരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കും. മനസ്സിലായി? അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ആണെങ്കിലും ഒരു മെഡിക്കൽ ഡയഗ്നോസിസ് നടത്താനാണ്, അല്ലെങ്കിൽ രോഗിക്ക് എന്ത് പ്രശ്നമാണെന്ന്, എന്ത് രോഗമാണെന്ന് കണ്ടുപിടിക്കാനായിരിക്കാം ഡോക്ടർ ഹെൽത്ത് അസസ്മെൻറ്റ് നടത്തുന്നത് അല്ലേ. അദ്ദേഹം ഹെഡ് ടു ഫുട്ട് എക്സാമിനേഷൻ നടത്തും, പിന്നെ പേഷ്യൻറ്റിനെ ഹിസ്റ്ററി ചോദിക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡോക്ടേഴ്സും ചെയ്യും. എന്തിനു വേണ്ടിയാണ്? ഒരു മെഡിക്കൽ ഡയഗ്നോസിസ് നടത്താൻ. അതുപോലെ തന്നെ നേഴ്സസും പേഷ്യൻ്റെ നേഴ്സിംഗ് പ്രോബ്ലം എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി ഒരു നേഴ്സിംഗ് ഡയഗ്നോസിസിൽ പോകാൻ വേണ്ടിയാണ് നേഴ്സസ് അസസ്മെൻറ്റ് നടത്തുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ നേഴ്സിംഗ് പ്രോസസ്സ്. അതായത് ആദ്യമേ അസസ്മെൻ്റ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പേഷ്യൻ്റെ പ്രോബ്ലം എന്താണെന്ന് സബ്ജക്റ്റീവായിട്ടും ഒബ്ജക്റ്റീവായിട്ടും കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു പേഷ്യൻ്റെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. അതാണ് നേഴ്സിംഗ് ഡയഗ്നോസിസ് അല്ലേ. ആ നേഴ്സിംഗ് ഡയഗ്നോസിസ് ചെന്നിട്ടാണ് പിന്നെ അത് പരിഹരിക്കാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും അവസാനം അത് പരിഹരിച്ചോ എന്ന് നോക്കിയിട്ട് അത് ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യും. അതാണ് നേഴ്സിംഗ് പ്രോസസ്സിൽ കൂടെ നമ്മൾ നേഴ്സിംഗ് കെയർ കൊടുക്കുന്നത്. അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ പ്രോസസ് ഓഫ് ഗാദറിങ് ഇൻഫർമേഷൻ വിത്ത് എ പർപ്പസ് ഓഫ് മേക്കിംഗ് എ ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പോൾ ഡോക്ടർ മെഡിക്കൽ ഡയഗ്നോസിസ് നടത്താനും നഴ്സസ് നേഴ്സിംഗ് ഡയഗ്നോസിസ് നടത്താനും അസസ്മെൻറ്റ് നടത്തുന്നു. പക്ഷേ ഇത് രണ്ടും എന്തിനാണെന്ന് വെച്ചാൽ പേഷ്യൻ്റെ വെൽഫെയറിന് വേണ്ടിയും പേഷ്യൻ്റെ രോഗം എന്താണെന്ന് മനസ്സിലാക്കി അതിന് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റോ കെയറോ കൊടുത്ത് പേഷ്യൻ്റെ രോഗം ഭേദമാക്കി വീട്ടിൽ വിടാനുമാണ്. ഓക്കെ, അതാണ് പ്രോസസ് ഓഫ് ഗാദറിങ് ഇൻഫർമേഷൻ വിത്ത് ദ പർപ്പസ് ഓഫ് മേക്കിംഗ് എ ഡയഗ്നോസിസ്. ദിസ് ഡയഗ്നോസിസ് ക്യാൻ ബി ഐദർ മെഡിക്കൽ ഡയഗ്നോസിസ് ബൈ എ ഡോക്ടർ ഓർ എ നേഴ്സിംഗ് ഡയഗ്നോസിസ് ബൈ എ നഴ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ മെൻ്റൽ ഹെൽത്ത് നഴ്സ് ഷുഡ് നോ ഹൗ ടു ഡു ദിസ് ആൻഡ് ഹൗ ടു അസസ് ദ ഫിസിഷ്യൻ. അതായത് അപ്പം നമ്മൾ ഈ സൈക്യാട്രിക് അസസ്മെൻറ്റ് നടത്തുമ്പോൾ ഒന്നുകിൽ നേഴ്സസ് തന്നെയായിരിക്കും അവരുടെ നേഴ്സിംഗ് ഡയഗ്നോസിസ് എന്താണെന്ന് കണ്ടുപിടിക്കാനായിരിക്കും സ്വന്തമായിട്ട് അസസ്മെൻറ്റ് നടത്താം. അതല്ലാതെ ചിലപ്പം ഒരു സൈക്യാട്രിക് നഴ്സിനെ ഡോക്ടറിനെ അസസ് ചെയ്യേണ്ടി വരും. അദ്ദേഹത്തിനൊരു മെഡിക്കൽ ഡയഗ്നോസിസ് നടത്താൻ വേണ്ടി അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യേണ്ടി വരും. മനസ്സിലായി? അപ്പോൾ ഇതാണ് മെയിൻലി എന്താണ് സൈക്യാട്രിക് അസസ്മെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? സൈക്യാട്രിക് അസസ്മെൻറ്റിൻ്റെ മീനിങ്ങും എന്തിനാണത് ചെയ്യുന്നതെന്നും ഒക്കെ മനസ്സിലായി. ഇനി അടുത്തത് നമ്മൾ ഇതിൻ്റെ പർപ്പസസ് എന്തൊക്കെയാണ്. അതായത് വാട്ട് ആർ ദ പർപ്പസ് ഓഫ് സൈക്യാട്രിക് അസസ്മെൻറ്റ്. ഫസ്റ്റ് വൺ, ടു നോ ദ ഫീലിംഗ് ഓഫ് പേഷ്യൻ്റ് ആൻഡ് റിലേറ്റീവ്സ്.
അതായത് നമ്മൾ എന്തിനാ അസസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഒരു പുസ്തകത്തിൽ നോക്കി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടായിരിക്കും പേഷ്യൻ്റെ ക്ലിനിക്കിലോട്ട് പോകുന്നത്. ഇപ്പോൾ ഒരു രോഗം എങ്ങനെ ഉണ്ടാകുന്നു, അതിൻ്റെ പത്തോഫിസിയോളജി എങ്ങനെയാണ്, അതെന്തെല്ലാം മാനിഫെസ്റ്റേഷൻ പേഷ്യൻറ്റ് കാണിക്കാം, അതിനെന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്, അതൊക്കെ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടാണ് നമ്മൾ ക്ലിനിക്കിൽ പോകുന്നതെന്ന് വെക്കുക. ഇപ്പം നമ്മളൊരു പേഷ്യൻറ്റിൻ്റെ മുൻപിൽ അസസ്മെൻറ്റിന് പോയി നിൽക്കുമ്പോൾ അവിടെ നമ്മളൊരു ലൈവ് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്, അല്ലേ? നമ്മുടെ കൂടെ ജീവനുള്ള ഒരു പേഷ്യൻ്റ് നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട്, അവിടെ നമ്മൾ അസസ്മെൻറ്റ് നടത്താൻ പോകുന്നത്. അല്ലാതെ ബുക്കിൽ പറയുന്നതോ പുസ്തകത്തിൽ പറയുന്നതോ വായിച്ച് മനസ്സിലാക്കുന്ന പോലെയുള്ള അസസ്മെൻ്റ് അല്ല അവിടെ നടത്തുന്നത്. നമ്മൾ പുസ്തകത്തിൽ നിന്ന് ഒരുപാട് തിയറി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, ക്ലാസ്സിൽ മാഡം പഠിപ്പിക്കുന്നുണ്ട്, അന്നേരം ഒക്കെ തന്നെ നമ്മുടെ മുമ്പിൽ പേഷ്യൻ്റ് ഇല്ല. അവർ പറയുന്നതെല്ലാം നമ്മളുടെ ഒരു ഒരു ഇമാജിനേഷൻ എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ബ്രെയിനിലോട്ട് അത് ഉൾക്കൊണ്ട് പറയുന്ന കാര്യങ്ങളെല്ലാം കോഗ്നിറ്റീവ് തലങ്ങളിൽ കൂടെ പോയി മനസ്സിലാക്കി അത് ബ്രെയിനിൽ വെക്കുന്നേ ഉള്ളൂ, രജിസ്റ്റർ ചെയ്തേ ഉള്ളൂ ക്ലാസ്സിൽ വെച്ച് അല്ലെങ്കിൽ പുസ്തകം വായിക്കുമ്പോൾ. പക്ഷേ നമ്മൾ അസസ്മെൻറ്റിന് വേണ്ടി ഒരു പേഷ്യൻ്റെ അടുത്ത് പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ ഈ പ്രശ്നങ്ങളുള്ള ഒരു പേഷ്യൻ്റ് ഉണ്ട്. ആ പേഷ്യൻറ്റ് നമ്മൾ ഡയറക്റ്റ്ലി പേഷ്യൻറ്റുമായിട്ട് മിങ്കിൾ ചെയ്ത് ഡയറക്റ്റ്ലി അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് നമ്മൾ അസസ്മെൻറ്റ് നടത്താൻ പോവാം. അപ്പോൾ അതൊരു ലൈവ് സിറ്റുവേഷനാണ്, അല്ലാതെ ക്ലാസ്സിലിരുന്ന് പുസ്തകം വായിക്കുന്ന പോലെ മാഡത്തിൻ്റെ ലെക്ചർ കേൾക്കുന്ന പോലെ അല്ല. അപ്പം ഇവിടെ അതുകൊണ്ടാണ് പറയുന്നത് ടു നോ ദ ഫീലിംഗ് ഓഫ് പേഷ്യൻ്റ് ആൻഡ് റിലേറ്റീവ്സ്. അതായത് ഒരു മനോരോഗി ആശുപത്രിയിൽ വന്നിരിക്കുന്ന മനോരോഗ പ്രശ്നങ്ങളുമായിട്ടായിരിക്കുമല്ലോ, തീർച്ചയായിട്ടും ആണ്. അവരുടെ കൂടെ ഒരു ബൈസ്റ്റാൻഡറോ അല്ലെങ്കിൽ ഒരു നിയർ റിലേറ്റീവോ ആരെങ്കിലും ഒരാളെ കൂടെ നിൽക്കാൻ അലവ് ചെയ്യാറുമുണ്ട് മാനസിക രോഗ കേന്ദ്രത്തിൽ. ഓക്കെ, അപ്പോൾ പേഷ്യൻ്റ് തന്നെയല്ല അവിടെ വരുന്നത്, പേഷ്യൻ്റ് ബൈസ്റ്റാൻഡറുണ്ട്. പേഷ്യൻ്റ് ഈ മാനസിക പ്രശ്നങ്ങളുമായിട്ട് മനോരോഗമായിട്ട് വന്നേക്കുകയാണ്, പേഷ്യൻ്റ് കൂടെ ഒരാളും ഉണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ഇതൊരു നല്ല ഒക്കേഷൻ അല്ല പേഷ്യൻറ്റിനും അല്ലെങ്കിൽ പേഷ്യൻ്റ് കൂടെയുള്ളതിനും സന്തോഷിക്കാനുള്ള ഒരു അവസ്ഥയേ അല്ലിത്. ഒരു മനോരോഗിയായി തീരുക എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ അവരുടെ ഫാമിലിയിലുള്ള ഒരാളും കൂടെ വന്ന് ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ വന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് സിറ്റുവേഷൻ. തീർച്ചയായിട്ടും അവർക്ക് അവരുടേതായ ഫീലിങ്സ് ഇതിനെപ്പറ്റി കാണും. അതെന്തായാലും ഒരു പോസിറ്റീവ് ഫീലിംഗ് ആയിരിക്കത്തില്ലല്ലോ. രോഗിയാണെങ്കിലും രോഗിയുടെ കൂടെ നിൽക്കുന്ന ആളാണെങ്കിലും അവരുടെ ഫീലിംഗ് റിലേറ്റഡ് ടു ദിസ് ഇൽനെസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നല്ലതല്ല. ആ ഫീലിംഗ് എത്രമാത്രം ഇൻറ്റൻസിറ്റിയിൽ പേഷ്യൻറ്റിനുണ്ട് റിലേറ്റീവിനുണ്ടെന്ന് നമ്മൾ റിയലായിട്ട് കണ്ട് മനസ്സിലാക്കാൻ പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം ഈ സൈക്കാട്രിക് അസസ്മെൻറ്റ് ഹെൽപ്പ് ദ നഴ്സ് ഓർ ഹെൽപ്പ് ദ ഹെൽത്ത് കെയർ പ്രൊവൈഡർ ടു അസസ് ദ ഫീലിംഗ് ഓഫ് ദി പേഷ്യൻ്റ് ആൻഡ് റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ഒരു അവസ്ഥ എത്രമാത്രം ഫീലിങ്സ് ആണ് പേഷ്യൻറ്റിനും പേഷ്യൻ്റെ റിലേറ്റീവിനും ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതാണ് പറയുന്നത് ടു നോ ദ ഫീലിംഗ് ഓഫ് പേഷ്യൻ്റ് ആൻഡ് റിലേറ്റീവ്. അതാണ് സൈക്കാട്രിക് അസസ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഒരു പർപ്പസ്. മനസ്സിലായല്ലോ എന്തിനാണ് നമ്മൾ സൈക്കാട്രിക് അസസ്മെൻറ്റിന് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും നമ്മൾ പുസ്തകം കൊണ്ടല്ല പോകുന്നത്. പുസ്തകത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് നമ്മൾ പേഷ്യൻ്റെ അടുത്ത് പോയി ലൈവായിട്ടുള്ളൊരു പേഷ്യൻറ്റുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് അയാളെ അസസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അയാളുടെ മാനസിക വികാരം എന്താണ്, പേഷ്യൻറ്റിൻ്റെതും അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ, അല്ലെങ്കിൽ അത് സിംറ്റവുമായിട്ട് റിലേറ്റ് ചെയ്ത് എങ്ങനെയാണ് പേഷ്യൻ്റ് കാണിക്കുന്നത്, അല്ലെങ്കിൽ പേഷ്യൻ്റെ കൂടെ നിൽക്കുന്ന ആളിന് അത് എത്രമാത്രം മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ഇതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. അതിനൊരു ചാൻസ് തരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചാൻസ് തരുന്ന ഒരു പ്രക്രിയയാണ് സൈക്കാട്രിക് അസസ്മെൻറ്റ്. മനസ്സിലായോ? അതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് ഈസ് അസസ് ദ കോസസ് എന്ന് പറഞ്ഞാൽ ഒരു രോഗി ഒരു ആശുപത്രി വരുന്ന ഒരുപാട് കാരണങ്ങൾ കൊണ്ടായിരിക്കും അതിൻ്റെ പുറകിലുണ്ടാകാം. ഇപ്പോൾ നമ്മൾ അന്ന് ഇറ്റിയോളജി പഠിച്ചായിരുന്നു, അത് ഒരുപക്ഷെ ഒരു പ്രീഡിസ്പോസിങ് ഫാക്ടറാകാം, പ്രിസിപിറ്റേറ്റിംഗ് ഫാക്ടറാകാം, പെർപ്പറ്റുവേറ്റിംഗ് ഫാക്ടറാകാം, അല്ലെങ്കിൽ പേഷ്യൻ്റ് എന്തെങ്കിലുമൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്ന ഒരാളായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇത് വന്ന്. അങ്ങനെ ഇറ്റിയോളജി പലതരത്തിലുണ്ടാകാം. ഒരു മാനസിക രോഗിക്ക് രോഗമുണ്ടാകാൻ പലതരം ഇറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടാകാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹെറിഡിറ്റി ആകാം. കാരണം പേഷ്യൻ്റെ വീട്ടിലെ പേഷ്യൻ്റെ അമ്മയ്ക്കോ അച്ഛനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് മനോരോഗം ഉണ്ടായിരുന്നു, അപ്പോൾ പേഷ്യൻ്റ് അത് ഹെറിഡിറ്ററിലി വന്നതാണ്, അതൊരു പ്രീഡിസ്പോസിങ് കോസാണ്. അതേസമയം വേറൊരു കോസ്, ഇപ്പോൾ തന്നെ പേഷ്യൻ്റ് ഏതോ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുമായിരുന്നു, അവിടെ പ്രോപ്പർലി എൻവയൺമെൻറ്റിന് ശരിയല്ല, പേഷ്യൻ്റ് ഒത്തിരി ഹരാസ്മെൻറ്റ് കിട്ടുന്നു, അങ്ങനെ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് രോഗം വരാം. അപ്പോൾ അത് ഹെറിഡിറ്ററി ഫാക്ടർ അല്ല, ഒരു എൻവയൺമെൻറ്റൽ ഫാക്ടറാണ്, അല്ലെങ്കിൽ ഒരു പ്രിസിപിറ്റേറ്റിംഗ് ഫാക്ടറാകാം. മനസ്സിലാവുക? അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് പേഷ്യൻ്റ് രോഗം ഉണ്ടാകാം. ആ രോഗം എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ അസസ്മെൻറ്റ് സഹായിക്കും. അതാണ് അനദർ പർപ്പസ്. അതപ്പോൾ നമ്മൾ പേഷ്യൻ്റോട് ഹിസ്റ്ററി ചോദിക്കുമ്പോൾ പേഷ്യൻ്റ് പറയും, അല്ലെങ്കിൽ പേഷ്യൻ്റ് കൂടെയുള്ള ആൾ പറയും എന്താണ് ഈ രോഗം വരാൻ അവരുടെ നോട്ടത്തിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് നമ്മളെ മനസ്സിലാക്കാൻ ഈ സൈക്കാട്രിക് അസസ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യും. മനസ്സിലായി? പിന്നെ മൂന്നാമത്തത് അസസ് ദ ക്ലയൻറ്റ്സ് കണ്ടീഷൻ. അതായത് നമ്മൾ അസസ്മെൻറ്റ് നടത്തുന്ന സമയത്തെ പേഷ്യൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കാൻ അത് ഹെൽപ്പ് ചെയ്യും.
ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതിന് പേഷ്യൻ്റ് വന്നപ്പോൾ ചിലപ്പം വളരെ അക്യൂട്ട്ലി ഇല്ലായിട്ടായിരിക്കും കൊണ്ടുവന്ന പേഷ്യൻ്റ് ഭയങ്കര ആക്രമണകാരിയോ ഒക്കെ ആയിരുന്നിരിക്കാം, കൈ രണ്ടും പുറയിൽ കെട്ടിക്കൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പം പേഷ്യനെ റെസ്ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്ന ഒരു കേസ് ആയിരിക്കും. പക്ഷേ പേഷ്യൻ്റ് വന്നു കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞിട്ടുണ്ട്, അന്നേരമാണ് നമുക്ക് പേഷ്യനെ കിട്ടുന്നത്, അന്നേരമാണ് നമ്മൾ അസസ്മെൻറ്റ് നടത്തുന്നത്. പേഷ്യൻ്റ് അക്യൂട്ട് സിംറ്റം ഒന്നും പേഷ്യനെ കാണണമെന്നില്ല. പേഷ്യൻ്റ് 2-3 ദിവസം മെഡിസിൻ കിട്ടി, പേഷ്യൻ്റെ സിംറ്റം കുറേയൊക്കെ മാറി, പേഷ്യൻ്റ് നോർമൽസിയിലേക്ക് പോവുകയാണ് അല്ലേ. ട്രീറ്റ്മെൻറ്റ് കിട്ടുമ്പോൾ പേഷ്യൻ്റ് തീർച്ചയായിട്ടും സിംറ്റമെറ്റോളജിയിൽ മാറ്റം കാണിക്കുമല്ലോ. ആ മെഡിസിൻ്റെ ഇഫക്റ്റ് കൊണ്ട് പേഷ്യൻ്റ് ഭേദമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം പേഷ്യൻ്റ് വന്നപ്പോൾ കാണിച്ച സിംറ്റം ഒന്നും ആയിരിക്കണമെന്നില്ല നിങ്ങളുടെ കയ്യിൽ പേഷ്യനെ കിട്ടുമ്പം അസസ്മെൻറ്റ് നടത്താൻ കിട്ടിയപ്പോൾ കാണിക്കുന്നത്. അപ്പം അസസ്മെൻറ്റ് നടത്തുന്ന സമയത്ത് എന്താണ് പേഷ്യൻ്റെ കണ്ടീഷൻ എന്ന് ഹെൽപ്പ് ചെയ്യാൻ അസസ്മെൻറ്റ് സഹായിക്കും. പക്ഷേ നമുക്ക് ഹിസ്റ്ററിയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും, പേഷ്യൻ്റ് വന്നപ്പോൾ അങ്ങനെയായിരുന്നു, പേഷ്യൻ്റ് ഇങ്ങനെയായിരുന്നു എന്നൊക്കെ നമുക്ക് പേഷ്യൻ്റെ കേസ് ഷീറ്റിൽ നിന്നോ വായിക്കാൻ പറ്റും, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവർ പറയും ഇങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അപ്പം തന്നെ അസസ്മെൻറ്റ് നടത്തി നോക്കിയാലേ അറിയാൻ പറ്റും. മനസ്സിലായോ? അതാണ് പറയുന്നത് അസസ് ദ ക്ലയൻറ്റ്സ് കണ്ടീഷൻ. അപ്പോൾ അതിനെ അസസ് ചെയ്യുമ്പോൾ പേഷ്യൻ്റ് ഏത് രോഗമാണെന്നും, ഇപ്പോൾ തന്നെ പേഷ്യൻ്റ് ഡെലൂഷൻസ് ഒക്കെ ഇപ്പോഴും ഉണ്ട്. പേഷ്യൻ്റ് പറയുകയാണ് ഒത്തിരി മിഥ്യാധാരണകളൊക്കെ ഇപ്പോഴും പേഷ്യൻ്റ് പുലർത്തിക്കൊണ്ടുണ്ടെങ്കിൽ ശരിക്കും പേഷ്യൻ്റ് ഇപ്പോഴും അതിൻ്റെ സൈക്കോട്ടിക് സിംറ്റംസ് ഒക്കെ കാണിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം പേഷ്യൻ്റെ രോഗം മാറിയിട്ട് സിംറ്റം പലതും സൈക്കോസിസിൻ്റെ പല സിംറ്റം ഇപ്പോഴും പേഷ്യൻ്റ് കാണിക്കുന്നുണ്ട്. പക്ഷേ ആദ്യത്തെ അത്രയും തന്നെ പേഷ്യൻ്റ് ചിലപ്പം കാണിക്കുന്നില്ലായിരിക്കും. ആദ്യമേ ചിലപ്പം പേഷ്യൻ്റ് ആക്രമണകാരിയായിരിക്കാം, പേഷ്യൻ്റ് അബ്യൂസീവ് ലാംഗ്വേജ് ഉപയോഗിക്കുന്ന ആളായിരിക്കാം, മറ്റുള്ളവരെ ആക്രമിക്കാനോ ഉപദ്രവിക്കാനോ ഒക്കെ പ്രിപ്പയർ ചെയ്ത് നിൽക്കുന്ന ഒരാളായിരിക്കാം. പക്ഷേ ആ അവസ്ഥകളൊക്കെ മാറി പേഷ്യൻ്റ് ബെറ്ററായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ എങ്ങനെയാണ്, അക്യൂട്ട് സ്റ്റേജിലാണെങ്കിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ പേഷ്യൻ്റ് ഒരു ക്രോണിക് പേഷ്യൻ്റാണ് എങ്ങനെയാണ്, അതോ പേഷ്യൻ്റ് ഒരു കൺവാലൻസ് സ്റ്റേജിലാണെങ്കിൽ എങ്ങനെയാണ്, അതല്ല നാളെ പേഷ്യൻ്റെ കുഴപ്പമൊക്കെ മാറി നാളെ പേഷ്യൻ്റ് ഡിസ്ചാർജ് ചെയ്യാൻ പോവാം, അങ്ങനെയാണെങ്കിൽ അസസ്മെൻറ്റ് നടത്തുമ്പോൾ എങ്ങനെയാണ് പേഷ്യൻ്റ് പ്രസൻറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പേഷ്യൻസിൻ്റെ കണ്ടീഷൻ മനസ്സിലാക്കാൻ അസസ്മെൻറ്റ് സഹായിക്കും. ഓക്കെ. പിന്നെ അടുത്തത് പ്രൊവൈഡ് ഇൻസൈറ്റ്. ഈ പ്രൊവൈഡ് ഇൻസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇൻസൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ രോഗത്തെപ്പറ്റി നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുമ്പോൾ ആ രോഗത്തിൻ്റെ സീരിയസ്നെസ് പേഷ്യൻ്റ് ഏറ്റവും അടുത്ത ഒരു ആളിനോട്, നിയറസ്റ്റ് റിലേറ്റീവ്സിനോട് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രൊവൈഡ് ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മളെപ്പോലെ തന്നെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ കൂടെയുള്ള ആളായിരിക്കത്തില്ലല്ലോ പേഷ്യൻ്റെ ബൈസ്റ്റാൻഡർ. ഹീസ് എ ലേ പേഴ്സൺ. മനസ്സിലായോ? അപ്പോൾ ഈ പേഷ്യൻ്റെ രോഗം എങ്ങനെയാണ്, അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രമാത്രം ഉണ്ട്, അതിനെപ്പറ്റി പേഷ്യൻ്റെ ബൈസ്റ്റാൻഡർ അറിയേണ്ട കാര്യങ്ങളെല്ലാം അയാളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതാണ് നമ്മൾ ഇതിനകത്ത് പ്രൊവൈഡിങ് ഇൻസൈറ്റ് ടു ദ നിയറസ്റ്റ് ഓർ ക്ലോസസ്റ്റ് റിലേറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത്. അവരും അറിയണമല്ലോ. ഇപ്പോൾ തന്നെയാണെങ്കിൽ നമ്മൾ അമേരിക്ക പോലുള്ള കൺട്രിയിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ ആണെങ്കിൽ ഈ മാനസിക രോഗത്തെപ്പറ്റി അധികം കൂടുതൽ അറിയാനൊന്നും ആർക്കും ഇഷ്ടമില്ല. കാരണം ഇതൊരു സോഷ്യൽ സ്റ്റിഗ്മ റിലേറ്റഡ് ഡിസീസാണ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പം പല കാര്യങ്ങൾ അവർ പൂഴ്ത്തി വെക്കാനും ഒക്കെ ഉള്ള കാര്യങ്ങൾ പോലും എല്ലാവരും വെളിയിൽ പറയത്തു പോലും ഇല്ല. കാരണം ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു സൈക്കാട്രി പേഷ്യൻ്റ് ഉണ്ടെന്ന് അറിയുന്നത് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. അങ്ങനെ ഒരു സോഷ്യൽ സ്റ്റിഗ്മ ഉള്ള ഒരു കണ്ടീഷനാണ് ഇത്. അതേസമയം ഒരു കാർഡിയക് പ്രോബ്ലം ആണ്, ഒരു കാർഡിയക് കണ്ടീഷൻ ആണെന്ന് എന്തായാലും വലിയൊരു ഡിഗ്നിറ്റിയോടാണ് പറയുന്നത്. അവർ ഹാർട്ടിൻ്റെ ഒക്കെ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തോ വലിയ ഇതിനെക്കാട്ടിലും ഇച്ചിരി ടോപ്പായിട്ടുള്ള കാര്യത്തിൽ അവരങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ മാനസിക രോഗി എന്ന് പറയുമ്പം അത് ആർക്കും അങ്ങനെ ഒരാൾ വീട്ടിലുണ്ടെന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ ഇഷ്ടമില്ല. പല കാര്യങ്ങളും അവർ ഡിസ്ക്ലോസ് ചെയ്യത്തില്ല, പൂഴ്ത്തി വെക്കും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട് റിലേറ്റീവ്സിനൊക്കെ. അപ്പോൾ ഇവിടെ ഈ പേഷ്യൻറ്റിന് റിയലി ഈ പേഷ്യൻ്റെ ഡിസീസ് കണ്ടീഷൻ അറിയിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ അമേരിക്ക പോലെയുള്ള കൺട്രിയിലാണെങ്കിൽ തീർച്ചയായിട്ടും കംപ്ലീറ്റ് ഒരു അവയർനെസ് പേഷ്യൻസിന് കൊടുക്കും. പേഷ്യൻസിനല്ല പേഷ്യൻ്റെ റിലേറ്റീവ്സിന്. പേഷ്യൻറ്റിന് ഇപ്പോൾ അതൊന്നും ഗ്രാസ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി കാണത്തില്ല. അപ്പോൾ കാരണം അവരുടെ മൈൻഡ് ശരിക്കും പ്രവർത്തിക്കുന്ന ഒരു കണ്ടീഷൻ അല്ലല്ലോ മാനസിക രോഗി. അതുകൊണ്ട് അവർക്ക് രോഗമെല്ലാം ഭേദമായി വീട്ടിൽ പോയി ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തെ അവർ നോർമൽ മൈൻഡുമായിട്ട് തിരിച്ചു പോകുന്നത്. പക്ഷേ അതുവരെ അവർക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് മനസ്സ് നന്നായിട്ട് പ്രവർത്തിക്കുന്ന റിലേറ്റീവ്സ് ആരാണോ ക്ലോസസ്റ്റ് റിലേറ്റീവ് കൂടെയുള്ള അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിസ്ചാർജ് ചെയ്യുന്ന അങ്ങ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ എങ്ങനെ വീട്ടിൽ ഫോളോ അപ്പ് ചെയ്യണം, പേഷ്യൻറ്റിനെ എങ്ങനെ പരിചരിക്കണം, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഡ്രഗ്സ് എങ്ങനെയൊക്കെ കൊടുക്കണം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പറയണമല്ലോ. അപ്പം ഈ രോഗത്തിൻ്റെ സീരിയസ്നെസ്സിനെ പറ്റി പറഞ്ഞാൽ മാത്രമേ അവരും അത് സീരിയസ് ആയിട്ട് എടുക്കത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഈ പറയുന്ന ഡിസീസിൻ്റെ അറിയേണ്ട കാര്യങ്ങളെപ്പറ്റി കൂടെയുള്ള ആളിനോട് നമുക്ക് പറയുക എന്നുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. മനസ്സിലായോ? അപ്പോൾ അതാണ്
പ്രൊവൈഡ് ഇൻസൈറ്റ് എന്ന് പറയുന്ന ഉദ്ദേശം അതാണ്. പിന്നെ അടുത്ത ഒരു പർപ്പസാണ് ഐഡൻറ്റിഫൈ സൈക്കാട്രിക് എമർജൻസീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എമർജൻസി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എന്തെങ്കിലും ഒരു സീരിയസ് ഒക്കറൻസ് ഉണ്ടാകുന്നു, അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുക, അതാണ് നമ്മളെപ്പോഴും എമർജൻസി എന്ന് പറയുന്നത്. അത് നമ്മൾ മെഡിക്കൽ എമർജൻസി, പീഡിയാട്രിക് എമർജൻസി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൈക്കാട്രിക് എമർജൻസിയും ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു എമർജൻസി episode which may happen in the psychiatric setup, if it is not prevented, it can give harm to the person as well as the others. അതിനാണ് നമ്മൾ സൈക്കാട്രിക് എമർജൻസി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു സൈക്കാട്രിക് സെറ്റപ്പിൽ ഉള്ള ഒരു പേഷ്യൻറ്റ്, സൂയിസൈഡൽ ഐഡിയേഷൻ ഉള്ള ഒരു പേഷ്യൻ്റ് ഉണ്ടെന്നിരിക്കട്ടെ. ആ പേഷ്യൻറ്റിനെ എപ്പോഴും ആത്മഹത്യ ചെയ്യണമെന്നുള്ള ചിന്തയാണെങ്കിൽ ആ പേഷ്യൻ്റ് അതിനുള്ള മാർഗം തേടി അന്വേഷിച്ച് നടക്കും. അങ്ങനെയുള്ളപ്പോഴാണ് പേഷ്യൻ്റ് മനസ്സിലാകുന്നത്, ഞാൻ ഉപയോഗിക്കുന്ന അണ്ടർസ്കർട്ടിൻ്റെ വള്ളി ഇങ്ങോട്ട് ഊരി എടുത്തിട്ട് പേഷ്യൻ്റ് കഴുത്തെ മുറുക്കി അങ്ങ് മരിച്ചാൽ എന്ത് ചെയ്യും? അങ്ങനെ ഒരു സൂയിസൈഡൽ ടെൻഡൻസി ഉള്ള ഒരു പേഷ്യൻ്റ് ആവുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ഐഡിയേഷനുള്ള പേഷ്യൻറ്റിനെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണമെന്നും അങ്ങനെ ഒരു എമർജൻസി എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്നും ആ സെറ്റിങ്സ് ഉള്ളവർ അറിഞ്ഞിരിക്കണം. മനസ്സിലാവുക. അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റ് അങ്ങ് 3 നിലയുള്ളൊരു ഹോസ്പിറ്റൽ അതിൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ട് മേളിൽ താഴോട്ട് ചാടും ഞാൻ ഇപ്പോഴെന്ന് പറയുകയാണ്. അവിടെയും ഒരു സൈക്കാട്രിക് എമർജൻസി ഉണ്ടാകാം അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സൈക്കാട്രിക് എമർജൻസി ഐഡൻറ്റിഫൈ ചെയ്യണം. ഐഡൻറ്റിഫൈ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി. അതും ഈ ഒരു സൈക്കാട്രിക് അസസ്മെൻറ്റിൻ്റെ ഒരു പർപ്പസാണ്. കാരണം എങ്ങനെയാണ് അത് അസസ്മെൻറ്റിൽ കൂടെ മനസ്സിലാക്കുന്ന, പേഷ്യൻ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട് പേഷ്യൻ്റ് പറയും, ഒരു ഡിപ്രസ്ഡ് പേഷ്യൻ്റ്, എനിക്ക് എൻ്റെ ലൈഫ് കൊണ്ട് വലിയ മീനിങ് ഒന്നുമില്ല, എനിക്കൊന്ന് ചത്താൽ മതി, എനിക്കിവിടെ കിടക്കണ്ട എന്നും പറഞ്ഞ് പേഷ്യൻ്റ് പല പല ഐഡിയേഷൻസ് തരും. ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്, എനിക്ക് ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല, എനിക്കൊന്ന് മരിച്ചാൽ മതി, അതിനുള്ളൊരു ചാൻസ് കിട്ടിയാൽ മതി എന്നൊക്കെ പേഷ്യൻ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പം നമുക്ക് മനസ്സിലാകും പേഷ്യൻ്റ് അങ്ങനെ ഒരു ഐഡിയേഷൻ ഉണ്ടെന്ന്. അപ്പോൾ അയാൾക്ക് അതിനൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അയാൾ അത് ചെയ്തെന്നിരിക്കും. അപ്പോൾ അതൊരു സൈക്കാട്രിക് എമർജൻസി ഹോസ്പിറ്റലിൽ ക്രിയേറ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള സൈക്കാട്രിക് എമർജൻസി ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് പേഷ്യൻ്റെ മനോഭാവം മനസ്സിലാക്കാൻ പറ്റും അസസ്മെൻറ്റിൽ കൂടെ അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഐഡൻറ്റിഫൈ സൈക്കാട്രിക് എമർജൻസി സോ ദാറ്റ് ദ നേഴ്സ് ക്യാൻ പ്രിവെൻറ്റ് ദാറ്റ് ഓർ ദ കൺസേൺഡ് പീപ്പിൾ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് വർക്കിംഗ് ഇൻ എ ഹോസ്പിറ്റൽ ക്യാൻ പ്രിവെൻറ്റ് സച്ച് എപ്പിസോഡ്സ് ഓഫ് സൈക്കാട്രിക് എമർജൻസി. അതുകൊണ്ട് അതിനും ഈ സൈക്കാട്രിക് അസസ്മെൻറ്റ് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒന്നാണ് പ്ലാൻ ആൻഡ് ഇംപ്ലിമെൻറ്റ് നേഴ്സിംഗ് ഇൻ്റർവെൻഷൻ. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മനോരോഗികൾ എപ്പോഴും മാനസിക ആശുപത്രിയിൽ വരുന്നത് മനോരോഗങ്ങളിൽ നിന്നുള്ള പ്രശ്നമുള്ളത് കൊണ്ടാണ്. അവർക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകാം. ഫോർ എക്സാമ്പിൾ ഒരെണ്ണം പറഞ്ഞാൽ ഡിപ്രഷനുള്ളൊരു പേഷ്യൻ്റാണ്. പേഷ്യൻ്റ് ഒരാഴ്ചയായിട്ട് വീട്ടിൽ വെച്ച് ഒന്നും കഴിക്കുന്നില്ല. അങ്ങനെ ഒരു പേഷ്യൻ്റാണ് ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. പേഷ്യൻ്റ് റൂമിൽ കതവടച്ചിരിക്കുകയായിരുന്നു, ആരോടും മിണ്ടത്തില്ല, കതവ് തുറക്കത്തില്ല, ഒന്നും കഴിക്കത്തില്ല, ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലൈഫ് ഒന്നും തന്നെ കാണിക്കാത്തൊരു പേഷ്യൻറ്റുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പേഷ്യൻറ്റിന് തീർച്ചയായിട്ടും ആ പേഷ്യൻ്റ് മാൽനറിഷ്ഡ് ആവാം. കുറേ ദിവസം കൊണ്ട് പേഷ്യൻ്റ് വെയിറ്റ് കുറച്ച് നഷ്ടപ്പെട്ടു പോയിരിക്കാം. അപ്പം നമുക്ക് അല്ലെങ്കിൽ പേഷ്യൻ്റ് ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലായിരിക്കാം, ആരോടും ഇൻറ്ററാക്ട് ചെയ്യുന്നില്ലായിരിക്കാം, പിന്നെ ഡെയിലി ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് ഒന്നും തന്നെ പേഷ്യൻ്റ് ചെയ്തിരുന്നില്ലായിരിക്കാം. പക്ഷേ ഇതൊക്കെ ചെയ്ത് കൊടുത്ത് പേഷ്യൻ്റ് നോർമലാക്കി കൊണ്ടുവരിക എന്നുള്ളതാണല്ലോ നേഴ്സസിൻ്റെ ഉദ്ദേശം തന്നെ. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടേ പേഷ്യൻറ്റിന് എന്തൊക്കെ കാര്യങ്ങൾ നേഴ്സിംഗ് ഡയഗ്നോസിസ് നമ്മൾ ഉണ്ടാക്കും, അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം, പ്രയോറിറ്റി അനുസരിച്ച് എങ്ങനെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് പേഷ്യൻറ്റിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യണം എന്ന് മനസ്സിലാക്കാനും അസസ്മെൻറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായോ? ഇപ്പോൾ പേഷ്യൻറ്റിൻ്റെ 8 കിലോ വെയിറ്റ് കുറഞ്ഞു. പേഷ്യൻ്റ് ഇവിടെ വന്നപ്പോഴത്തേക്ക് പേഷ്യൻ്റ് റിലേറ്റീവ്സ് പറയാ അവൾക്ക് 50 കിലോ വെയിറ്റ് നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ 42 കിലോയെ പേഷ്യൻ്റുള്ളൂ. 2 ആഴ്ച കൊണ്ടോ 3 ആഴ്ച കൊണ്ടോ പേഷ്യൻ്റ് വെയിറ്റ് ഇത്രയും കുറഞ്ഞു പോയിരിക്കുന്നു. അപ്പോൾ അതൊരു പ്രയോറിറ്റി നീഡല്ലേ പേഷ്യൻറ്റിൻ്റെ? ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണമെങ്കിൽ വി ഹാവ് ടു എന്ത് ഇംപ്ലിമെൻറ്റേഷൻ, നേഴ്സിംഗ് ഇംപ്ലിമെൻറ്റേഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പേഷ്യൻറ്റിൻ്റെ അസസ്മെൻറ്റ് നടത്തണം. അതാണ് മെയിൻലി പർപ്പസസ് അസൈൻമെൻറ്റ്. ഇനി നമുക്ക് മെത്തേഡ്സ് ഓഫ് അസസ്മെൻറ്റിലേക്ക് സൈക്കാട്രിക് അസസ്മെൻറ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് ക്ലിനിക്കൽ ഇൻ്റർവ്യൂ വിത്ത് ദ പേഷ്യൻ്റ് ആൻഡ് ഫാമിലി. സെക്കൻഡ് വൺ ഹിസ്റ്ററി ടേക്കിംഗ്. Third one, mental status examination. Next, mini mental status examination. Then neurological examination. Then investigations. Then psychological test. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെത്തേഡ്സ് ഓഫ് അസസ്മെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. 6 ഉണ്ടല്ലോ ഇത്. ക്ലിനിക്കൽ ഇൻ്റർവ്യൂ വിത്ത് ദ പേഷ്യൻ്റ് ആൻഡ് ഫാമിലി, ഹിസ്റ്ററി ടേക്കിംഗ്, മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ, മിനി മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ, ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ, ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് സൈക്കോളജിക്കൽ ടെസ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും മെത്തേഡ്സാണ് നമ്മൾ സൈക്കാട്രിക് അസസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ആദ്യമേ നമ്മൾ ക്ലിനിക്കൽ ഇൻ്റർവ്യൂ എന്താണെന്ന് നോക്കാം. ആദ്യത്തേത് ക്ലിനിക്കൽ ഇൻ്റർവ്യൂ. അതായത് ഈ ക്ലിനിക്കൽ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് നേഴ്സിംഗുമായിട്ട് റിലേറ്റ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് ക്ലിനിക്കൽ ഇൻ്റർവ്യൂ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ക്ലിനിക്കൽ ഇൻ്റർവ്യൂ എന്നുള്ള ജനറലി പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി എ മെഡിക്കൽ ഇൻ്റർവ്യൂ
ഓർ എ സൈക്കാട്രിക് ഇൻ്റർവ്യൂ. ഈ മെഡിക്കൽ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഹോസ്പിറ്റലിൽ വരുമ്പം തന്നെ ആദ്യമേ തന്നെ ഡോക്ടർ അവരെ കാണും, OPD വെച്ച് കണ്ട് ഡോക്ടർ അസസ്മെൻ്റ് ഒക്കെ നടത്തും. പേഷ്യൻ്റെ കണ്ടീഷൻ എന്താണ്, അത് മെഡിക്കൽ പോയിന്റ് ഓഫ് വ്യൂ, ഡോക്ടേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് അവരെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. മനസ്സിലായോ? അത് കഴിഞ്ഞ് സൈക്കാട്രിക് നഴ്സിംഗ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പേഷ്യനെ വാർഡിലൊക്കെ അഡ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നേഴ്സസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലും പേഷ്യനെ ഇൻ്റർവ്യൂ ചെയ്യും. മനസ്സിലായോ? അപ്പം അത് വാടി വെച്ചോ അല്ലാതെ ആദ്യമായിട്ട് പേഷ്യനെ കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പേഷ്യൻ്റെ കാര്യങ്ങൾ അറിയണമല്ലോ. അങ്ങനെ അറിയാൻ വേണ്ടി നമ്മൾ പേഷ്യൻറ്റുമായിട്ട് നടത്തുന്ന കമ്മ്യൂണിക്കേഷനും അഭിമുഖത്തിനാണ് നമ്മൾ ക്ലിനിക്കൽ ഇൻ്റർവ്യൂ ക്ലിനിക്കിൽ വെച്ച് നടത്തുന്നതിനാണ് നമ്മൾ ക്ലിനിക്കൽ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അത് 2 തരത്തിലാകാം, മെഡിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിലും ആകാം, സൈക്കാട്രിക് പോയിന്റ് ഓഫ് വ്യൂവിലും ആകാം. ഓക്കെ. പിന്നെ അടുത്തത് ടു നോ ദ പേഷ്യൻസ് വ്യൂ പോയിന്റ് എബൌട്ട് ഹിസ് പ്രോബ്ലം. അതായത് അത് എന്തിനാണ് ക്ലിനിക്കൽ ഇൻ്റർവ്യൂ എന്ന പേഷ്യൻ്റെ രോഗത്തെപ്പറ്റി എന്തറിയാം എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ഇൻ്റർവ്യൂ നടത്തുന്നത്. പേഷ്യൻ്റെ രോഗത്തെപ്പറ്റി ധാരണയുണ്ടോ, ഉണ്ടെങ്കിൽ എത്രമാത്രം ധാരണയുണ്ട്, അയാളുടെ ആ പ്രോബ്ലം എങ്ങനെയാണ് അയാളെ അഫക്റ്റ് ചെയ്യുന്നത്, പേഷ്യന് എത്രമാത്രം വിവരമുണ്ട്, അതാണ് ടു നോ ദ പേഷ്യൻസ് പോയിന്റ് ഓഫ് വ്യൂ എബൌട്ട് ഹിസ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അടുത്തത് ടു അസസ് ദ റിലേറ്റീവ്സ് വ്യൂ പോയിന്റ്. അതായത് പേഷ്യൻ്റെ കൂടെ നിൽക്കുന്ന റിലേറ്റീവിന് അല്ലെങ്കിൽ ബൈസ്റ്റാൻഡറിന് പേഷ്യൻ്റെ രോഗത്തെപ്പറ്റി എന്തൊക്കെ അറിയാം. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞത് ടു നോ ദ പേഷ്യൻസ് വ്യൂ പോയിന്റ് അബൌട്ട് ഹിസ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ചില പേഷ്യൻ്റുണ്ട്, ആ പേഷ്യൻ്റ് എനിക്ക് രോഗമില്ല, അതായത് സീരിയസ് ഇൽനെസ് ഉള്ള സൈക്കോട്ടിക് കണ്ടീഷനൊക്കെയുള്ള പേഷ്യൻ്റ്, അവർക്ക് ഈ രോഗത്തെപ്പറ്റി ഒരു ഇൻസൈറ്റ് കാണത്തില്ല. എന്ന് പറഞ്ഞാൽ അവർക്ക് രോഗത്തെപ്പറ്റി ഈ രോഗമുണ്ടെന്നുള്ള കാര്യം അവർ തിരിച്ചറിയാൻ കഴിയത്തില്ല, അവരത് സമ്മതിച്ചും തരത്തില്ല. അപ്പോൾ അന്നേരം നമ്മൾ പറയും പേഷ്യൻ്റ് ഇൻസൈറ്റ് ഇല്ല എന്ന് പറയും. Patient says that I am not a patient, they brought me here just for something else. എനിക്ക് രോഗമൊന്നുമില്ല, അവരെന്നെ കൊണ്ടുവന്നത് എൻ്റെ പേരിൽ ഒത്തിരി സ്വത്തൊക്കെ ഉണ്ട്, അതൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടി എനിക്ക് രോഗമുണ്ടെന്നും പറഞ്ഞ് അവരിവിടെ എന്നെ കൊണ്ടിട്ടേക്കുക എന്നൊക്കെ പേഷ്യൻ്റ് പറയും. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ പേഷ്യൻ്റ് പറയും. പേഷ്യൻ്റ് സമർത്ഥിക്കും എനിക്ക് രോഗമൊന്നുമില്ല, ഞാനൊരു മാനസിക രോഗിയില്ല, എനിക്ക് അസുഖമേ ഇല്ല എന്ന് പേഷ്യൻ്റ് പറയും. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ വ്യൂ പോയിൻ്റ് അതാണ്. പക്ഷേ റിയലി പേഷ്യൻ്റ് ഒരു സൈക്കാട്രിക് പേഷ്യൻ്റാണ്, മേജർ മെൻ്റൽ ഇൽനെസ് ഉള്ള ഒരു സൈക്കോട്ടിക് സിംറ്റംസ് കാണിക്കുന്ന ഒരു പേഷ്യൻ്റാണ്. ആ സൈക്കോട്ടിക് സിംറ്റം ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് പേഷ്യൻ്റ് ഇൻസൈറ്റ് ഇല്ല എന്നുള്ളത്. മനസ്സിലായോ? അതേസമയം ഒരു മൈനർ മെൻ്റൽ ഇൽനെസ് ഉള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ, അതായത് ന്യൂറോട്ടിക് കണ്ടീഷനൊക്കെ ആണെങ്കിൽ പേഷ്യൻറ്റിന് ഇൻസൈറ്റ് കാണും. അതായത് അവർക്കറിയാം എനിക്ക് എന്തോ ഇച്ചിരി കുഴപ്പമുണ്ട്, ഞാനത് മറ്റുള്ളവർക്ക് പ്രശ്നകാരിയായി തീർക്കുന്നു, എൻ്റെ ഇടപെടൽ മറ്റുള്ളവർക്ക് പ്രശ്നം ഉണ്ടാക്കുന്നു, അവർക്ക് എന്ന് പേഷ്യൻറ്റിനൊരു ബോധമുള്ളത് കൊണ്ട് അവർ പേഷ്യൻ്റ് ഡോക്ടറെ തേടി വരും ചികിത്സയ്ക്ക്. അപ്പോൾ അവർക്ക് ഇൻസൈറ്റ് ഉള്ളവരാ. മനസ്സിലായോ? അവർക്ക് അവരുടെ മാനസിക പ്രശ്നം ഉണ്ടെന്നുള്ള അറിവുണ്ട്, അതുകൊണ്ട് അവർക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്തത് ഭേദമാക്കണം എന്നുള്ള ചിന്തയുള്ളവരാണ് ലഘുതരം മനോരോഗങ്ങളുള്ളവർ അല്ലെങ്കിൽ ന്യൂറോട്ടിക് ഇൽനെസ്സൊക്കെ ഉള്ളവർ. അവർ ഡോക്ടറെ തേടി വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കും. മനസ്സിലായോ? കാരണം അവർക്ക് ഇൻസൈറ്റ് ഉണ്ട്. മറ്റവരങ്ങനല്ല. അതായത് മേജർ മെൻ്റൽ ഇൽനെസ് ഉള്ള സൈക്കോട്ടിക് പേഷ്യൻസ് അവർക്ക് റിയാലിറ്റിയുമായിട്ട് വലിയ ടച്ചൊന്നും ഇല്ലാത്തവരാണ്. അവർ ചിന്തിക്കുന്നതും പറയുന്നതും ഒന്നും തന്നെ യാഥാർത്ഥ്യമായുള്ള അവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടൊന്നും ആയിരിക്കത്തില്ല. അതുകൊണ്ടാണ് അവർ രോഗിയല്ലെന്നും പറയുന്നത്. അവർക്കപ്പോൾ ഇൻസൈറ്റ് ഇല്ലാത്തവരാണ്. എനിക്ക് രോഗമില്ലെന്നുള്ള തരത്തിലായിരിക്കും മറ്റുള്ളവരോട് മീൻ ചെയ്യുന്നത്. അവർക്ക് കൊടുത്ത മെഡിസിൻ ഒന്നും അവർ കഴിക്കത്തില്ല. അവരെ മാനേജ് ചെയ്യാൻ കുറേ കൂടെ പാടാണ്. കാരണം അവർ പറയും എനിക്ക് രോഗമില്ല, എന്നെ ഇവിടെ വേറെ പല കാര്യസാധ്യത്തിനായിട്ട് ആൾക്കാർ ഇവിടെ കൊണ്ടിട്ടേക്കുകയാണ്, എനിക്ക് രോഗമൊന്നും ഇല്ലെന്നേ പേഷ്യൻ്റ് പറയത്തുള്ളൂ. അപ്പം പേഷ്യൻറ്റിൻ്റെ വ്യൂ പോയിൻ്റ് അബൌട്ട് ഹിസ് പ്രോബ്ലം അത് വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ക്ലിനിക്കൽ ഇൻ്റർവ്യൂവിൽ. അപ്പോൾ നമ്മൾ ക്ലിനിക്കൽ ഇൻ്റർവ്യൂ നടത്തുമ്പോൾ എൻ്റെ ഒരു ഉദ്ദേശം തന്നെ പേഷ്യൻറ്റിൻ്റെ വ്യൂ പോയിൻ്റ് എന്താണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പേഷ്യനോട് നമ്മൾ ഹിസ്റ്ററി കൊടുക്കുമ്പം നിങ്ങൾക്ക് എന്നാ രോഗം ഉണ്ടായെന്ന് നമുക്ക് ചോദിക്കാൻ പറ്റുമോ? പേഷ്യൻ്റ് പറയുന്നത് എനിക്ക് രോഗമില്ലെന്നാണ്. പിന്നെ പേഷ്യൻ്റ് പറയുമോ എന്നാ രോഗം ഉണ്ടായത്, നിങ്ങളുടെ രോഗലക്ഷണം എന്തൊക്കെയാണെന്ന് നമ്മളൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഷ്യൻ്റ് അതിന് പ്രോപ്പർ ഉത്തരം തരുമോ? പിന്നെ നമ്മളെങ്ങനെ പേഷ്യൻറ്റിനെ റിലയബിളായിട്ട് പേഷ്യൻ്റെ രോഗത്തെപ്പറ്റി ഇൻഫർമേഷൻ നമുക്ക് എവിടെ നിന്ന് കിട്ടും? പേഷ്യൻ്റ് പറയുന്നത് എനിക്ക് രോഗമില്ല, എന്നെ ഇവിടെ വെറുതെ കൊണ്ടുവന്നേക്കുന്നത്, എനിക്കൊരു രോഗമില്ല, എനിക്ക് മെഡിസിൻ ഒന്നും വേണ്ട, ഞാൻ കഴിക്കത്തില്ല എന്നൊക്കെ ആയിരിക്കും പേഷ്യൻ്റ് ആറ്റിറ്റ്യൂഡ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ പേഷ്യൻറ്റിനെ പറ്റി ഒരു കറക്റ്റ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടണമെങ്കിൽ എന്ന് തൊട്ടാണ് രോഗം ഉണ്ടായത്, എന്തൊക്കെയാണ് സിംറ്റം, ഇതൊക്കെ പേഷ്യൻ്റ് പറയത്തില്ലെങ്കിൽ നമ്മൾ എങ്ങനെ പേഷ്യനെ അസസ് ചെയ്യും? അപ്പോൾ അങ്ങനെ വരുന്നതാണ് നമ്മൾ റിലേറ്റീവ്സിൻ്റെ സഹായത്തോടു കൂടി കഴിയുന്നത് റിലയബിൾ ഇൻഫർമേഷൻ തരാൻ പറ്റുന്ന ഒരാളായിരിക്കണം പേഷ്യൻ്റെ കൂടെ. എങ്കിൽ മാത്രമേ നമുക്ക് പേഷ്യൻറ്റിനെ പറ്റി കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടത്തുള്ളൂ. കാരണം കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടിയെങ്കിൽ മാത്രമല്ലേ നമ്മുടെ അസസ്മെൻറ്റ് കറക്റ്റ് ആകത്തുള്ളൂ. അസസ്മെൻറ്റ് കറക്റ്റ് ആയാലല്ലേ പിന്നെ മറ്റങ്ങോട്ടുള്ള സ്റ്റെപ്പെല്ലാം കറക്റ്റ് ആണെങ്കിൽ അസസ്മെൻറ്റ് ശരിയാകണം. അപ്പോൾ അസസ്മെൻറ്റ് ശരിയാകണമെങ്കിൽ റിലയബിൾ ഇൻഫർമേഷൻ കിട്ടണം. റിലയബിൾ ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ പേഷ്യൻറ്റിൽ നിന്ന് കിട്ടത്തില്ല, പകരം റിലേറ്റീവ്സിൽ നിന്നായിരിക്കും. റിലയബിൾ ഇൻഫർമേഷൻ തരാൻ പറ്റുന്ന ഒരു റിലേറ്റീവിൽ നിന്നായിരിക്കും അത് കിട്ടുന്നത്.
മനസ്സിലായി. അപ്പം നിങ്ങൾ റിലയബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയണം. അത് സൈക്കോട്ടിക് പേഷ്യൻ്റ് ആണെങ്കിൽ ഒരിക്കലും സൈക്കോട്ടിക് പേഷ്യൻറ്റിന് റിലയബിൾ ഇൻഫർമേഷൻ കിട്ടില്ല, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആളിൽ നിന്നേ കിട്ടത്തുള്ളൂ. കൂടെ നിൽക്കുന്ന ആളും റിലയബിൾ ഇൻഫർമേഷൻ തരാൻ പറ്റുന്ന ആളായിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു പേഷ്യൻ്റ് വന്നിരിക്കുന്നു, പേഷ്യൻ്റ് അമ്മയാണ് കൂടെ ഉള്ളതെങ്കിൽ ആ അമ്മയ്ക്ക് ആ പേഷ്യൻ്റ് ഉണ്ടായപ്പോൾ തൊട്ട് കൂടെയുള്ള ഒരു അമ്മയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും 100% റിലയബിൾ ഇൻഫർമേഷൻ തരാൻ പറ്റും. കാരണം ചൈൽഡ്ഹുഡ് ഹിസ്റ്ററി ചോദിക്കുമ്പം ഭാര്യയാണ് കൂടെ നിൽക്കുന്നതെങ്കിൽ ചൈൽഡ്ഹുഡ് ഹിസ്റ്ററി അവർക്ക് പറയാൻ പറ്റില്ലല്ലോ. മനസ്സിലായോ? അവർക്ക് കല്യാണം കഴിച്ചപ്പോൾ തൊട്ട് ഇങ്ങോട്ടുള്ള കാര്യമല്ലേ അവർക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് റിലയബിൾ ഇൻഫർമേഷൻ നമുക്ക് എവിടെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണോ അതൊക്കെ അസസ് ചെയ്യണമെങ്കിൽ റിലയബിൾ ഇൻഫർമേഷൻ തരാൻ പറ്റുന്ന ഒരാൾ പേഷ്യൻ്റെ കൂടെ ഉണ്ടാവണം. മനസ്സിലായോ? അതേസമയം അത് സൈക്കോട്ടിക് പേഷ്യൻറ്റിനെ സംബന്ധിച്ച്. ന്യൂറോട്ടിക് പേഷ്യൻ്റ് ആണെങ്കിൽ ചോദിക്കുന്ന കാര്യത്തിനൊക്കെ അവർ കറക്റ്റായിട്ടുള്ള ഉത്തരം പറയും. കാരണം അവർക്ക് ഇൻസൈറ്റ് ഉണ്ട്, അവർക്കൊരു ആവശ്യമുണ്ട് എൻ്റെ രോഗം മാറണമെന്ന്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് ഇൻഫർമേഷൻ അവർക്ക് തരാം. അപ്പം ന്യൂറോട്ടിക് പേഷ്യൻറ്റിനെ അപ്രോച്ച് ചെയ്താൽ നമുക്ക് ആ പേഷ്യൻറ്റിൽ നിന്ന് തന്നെ റിലയബിൾ ഇൻഫർമേഷൻ നല്ലൊരു ശതമാനവും കിട്ടും. മനസ്സിലായോ? അതേസമയം സൈക്കോട്ടിക് പേഷ്യൻറ്റിൽ നിന്ന് കിട്ടത്തില്ല. അവിടെയാണ് നമ്മളൊരു സെക്കൻഡ് പേഴ്സണെ, റിലയബിൾ ഇൻഫർമേഷൻ തരാൻ പറ്റുന്ന ഒരു സെക്കൻഡ് പേഴ്സണെ കിട്ടേണ്ടത്, മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ക്ലിനിക്കൽ ഇൻ്റർവ്യൂവിൻ്റെ നമ്മളിപ്പം പേഷ്യൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അഭിമുഖം നടത്തുന്നതിനാണ് നമ്മൾ ക്ലിനിക്കൽ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അത് മെഡിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂവിലും സൈക്കാട്രിക് പോയിൻ്റ് ഓഫ് വ്യൂവിലും ആകാം. അതിനകത്ത് നമ്മൾ അറിയുന്ന കാര്യങ്ങൾ മെയിൻലി പേഷ്യൻ്റെ രോഗത്തെപ്പറ്റി എന്തറിയാം, പിന്നെ നമ്മൾ പേഷ്യൻ്റെ കൂടെയുള്ള ആളിനോട് നമ്മൾ ഇൻഫർമേഷൻ സീക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയും വരാം. പിന്നെ അതാണ് നമ്മൾ റിലേറ്റീവ് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റിലേറ്റീവ് പറയുന്നതിന് ഒരു പണ്ടൊക്കെ ഈ രോഗമൊന്നും വന്നിട്ടുണ്ട്, അത് കഴിഞ്ഞ് അന്ന് ഞങ്ങൾ ട്രീറ്റ്മെൻ്റ് ഒന്നും പോയില്ല, അത് തന്നെ അങ്ങ് മാറി, പിന്നെ 18 വയസ്സായപ്പോഴാണ് വന്നേ, അന്നേരം ആശുപത്രി കൊണ്ടുപോയി എന്നൊക്കെ അമ്മ പറയും. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോഴാണ് വന്നേ. അങ്ങനെ അവർ ഈ ക്രൊണോളജിക്കൽ ഓർഡറിൽ, അതായത് ഇയർ വൈസ് എപ്പോഴാണ് സംഭവിച്ചതെന്നൊക്കെ അവർക്ക് ഇൻഫർമേഷൻ തരാൻ പറ്റിയെന്നിരിക്കും. മനസ്സിലായോ? അതേസമയം ഇപ്പം പേഷ്യൻറ്റിൻ്റെ വീട്ടിൽ ആരും വന്ന് കൂടെ നിൽക്കാനില്ല, അടുത്ത് ഈ പറയുന്ന പേരൻസിൻ്റെയോ ആരുടെയെങ്കിലും ഒരു സുഹൃത്തുണ്ട്, അയാൾ പറയുന്നുണ്ട് ഞാൻ കുറച്ച് നേരം, ശരി നിങ്ങൾക്ക് പോകാൻ പറ്റിയില്ല, ഞാൻ കുറച്ച് നാൾ പോയി പേഷ്യൻ്റെ കൂടെ നിൽക്കാം. കാരണം ആശുപത്രിയിൽ അത് മസ്റ്റാണ് റിലേറ്റീവ് നിൽക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളപ്പം ഈ രോഗിയുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലാത്ത ആളും വന്ന് ചിലപ്പോൾ കൂടെ നിന്നിരിക്കും. അപ്പോഴും നമുക്ക് റിലയബിൾ ഇൻഫർമേഷൻ കിട്ടത്തില്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പിന്നെ എപ്പോഴെങ്കിലും അമ്മയോ അച്ഛനോ റിലേറ്റീവോ ആരെങ്കിലും റിലയബിൾ ഇൻഫർമേഷൻ തരാൻ പറ്റുന്ന ആരെങ്കിലും വിസിറ്റേഴ്സായിട്ട് വരികയോ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും 1-2 ദിവസം നിൽക്കാനൊക്കെ വരികയോ ഒക്കെ ചെയ്യും. അപ്പം അങ്ങനെയുള്ള പേഴ്സണെ കണ്ടുപിടിച്ച് അവരിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ ശ്രമിക്കണം. മനസ്സിലായോ? അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്ക് റിലയബിൾ ഇൻഫർമേഷൻ കിട്ടത്തുള്ളൂ. അപ്പം പിന്നെ ക്യാൻ ബി അഫക്റ്റഡ് ബൈ മെനി അതർ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങളുണ്ടല്ലോ, അതുകൂടാതെ വേറെ ചില പല കാര്യങ്ങളും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാം. അതെന്താ പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ചിലപ്പം പേഷ്യൻ്റെ കണ്ടീഷൻ എന്തെങ്കിലും ലീഗൽ ഫാക്ടറുമായിട്ട് കണക്ട് ചെയ്തതാവാം. മനസ്സിലായോ? അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, ഇപ്പോൾ തന്നെ പേഷ്യൻറ്റിന് ഒരു ഹെഡ് ഇഞ്ചുറി ഉണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ പേഷ്യൻ്റ് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിരിക്കുന്നു, അതിൻ്റെ കാരണമായിട്ടാണ് ഇതുണ്ടാകുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ വേറെ കാണാം. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടേ ഈ ക്ലിനിക്കൽ ഇൻ്റർവ്യൂവിന് അതിന് ഒരു പ്രധാന കാര്യം ആ ഒരു ഫാക്ടറിലും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മളുടെ ക്ലിനിക്കൽ ഇൻ്റർവ്യൂവിനെ പറ്റി നമുക്ക് അറിയേണ്ട കാര്യം. ഇപ്പം ക്ലിനിക്കൽ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഇത് വേറെ ഒന്നും അല്ല, പേഷ്യൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇൻ്റർവ്യൂ നടത്തിയിട്ട് പേഷ്യൻ്റെ കാര്യങ്ങൾ അറിയുന്നതിനാണ് നമ്മൾ ക്ലിനിക്കൽ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്? മെഡിക്കൽ ഓർ സൈക്കാട്രിക് പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇൻ്റർവ്യൂ ചെയ്യാം. പിന്നെ പേഷ്യൻസിൻ്റെ വ്യൂ പോയിൻ്റോ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡറിൻ്റെ വ്യൂ പോയിൻ്റോ മനസ്സിലാക്കുന്നതിന് ഇൻ്റർവ്യൂ നടത്തുന്നത്. അത് നമുക്ക് കെയർ കൊടുക്കുന്നതിന് ആവശ്യമായിട്ട് വരും. പിന്നെ അത് കഴിഞ്ഞ് ക്യാൻ ബി അഫക്റ്റഡ് ബൈ മെനി ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പം പേഷ്യൻ്റെ കണ്ടീഷനുമായിട്ട് എന്തെങ്കിലും ലീഗൽ ഇംപ്ലിക്കേഷനോ ഒക്കെ ഉണ്ടാകാം. മനസ്സിലായോ? അങ്ങനെയൊക്കെ വരുന്നുണ്ടേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പേഷ്യൻ്റ് വന്നേക്കുന്ന ഒരു ആക്സിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ആണ് വന്നേക്കുന്നതെങ്കിലും ആകാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പേഷ്യൻ്റ് ഒരു റോഡിൽ കൂടെ നടന്നു പോകുന്ന ഒരു പേഷ്യൻ്റ്, അതിന് റിലേറ്റീവ്സ് ഒന്നുമില്ല, വീട്ടുകാരാരെന്ന് അറിയത്തില്ല, പക്ഷേ ഒരു ഭ്രാന്തനാണ്, എപ്പോഴും വഴിവെക്കിലും ഒക്കെ കാണുന്ന ഒരു ഭ്രാന്തനാണെന്നിരിക്കട്ടെ. അയാൾ റോഡിൽ കൂടെ നടന്നു പോയപ്പോൾ അയാളെ വണ്ടി ഇടിച്ചു, അതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോഴാണ് പേഷ്യൻ്റ് ഒരു സൈക്കാട്രിക് പേഷ്യൻ്റ് ആണെന്ന് മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വരുന്നുണ്ടേ ഈ മനോരോഗം എന്നതിനേക്കാൾ ഉപരി ഒരു ലീഗൽ പ്രോബ്ലം കൂടെ ആ പേഷ്യൻ്റെ കയ്യിലുണ്ട്. ഒരുപക്ഷെ കൊണ്ടുവന്നത് ഈ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വഴി ഇങ്ങനെ ചോര വാർന്ന് കിടക്കുന്ന കണ്ടപ്പോഴായിരിക്കും ആരെങ്കിലും എടുത്തുകൊണ്ട് വന്നത്. പക്ഷേ അതൊരു സൈക്കാട്രിക് പേഷ്യൻ്റ് കൂടെ ആയിപ്പോയി.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡിസീസിൻ്റെ ആസ്പെക്റ്റ് മാത്രം നോക്കിയാൽ പോരാ, ലീഗൽ കാര്യങ്ങളും അതിനകത്ത് ഇൻവോൾവ് ആയി വരും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും ക്ലിനിക്കൽ ഇൻ്റർവ്യൂവിൽ. മനസ്സിലായോ? അപ്പോൾ അതിനെപ്പറ്റി പോലീസുകാർ വന്നിരിക്കും, പിന്നെ ട്രാഫിക് പോലീസ് വന്നിരിക്കും, പലരും പേഷ്യനെ കാണാൻ വന്നിരിക്കും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും അതിനകത്ത് വരും. ഓക്കെ, അപ്പോൾ അതാണ് ക്ലിനിക്കൽ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തത്, നമ്മൾ ഒരു ക്ലിനിക്കൽ ഇൻ്റർവ്യൂ നടത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നഴ്സസ് കൺസിഡർ ചെയ്യണം, അല്ലെങ്കിൽ നമ്മളുടെ ഇൻ്റർവ്യൂയെ പറ്റിയാണ് മെയിൻലി പറയുന്നത്, മെഡിക്കൽ ഇൻ്റർവ്യൂയെ പറ്റിയല്ല. വി ആർ കൺസേൺഡ് വിത്ത് വെൻ വി ആർ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ദ ഓർ വെൻ വി ആർ മേക്കിംഗ് ആൻ ഇൻ്റർവ്യൂ വിത്ത് ദി പേഷ്യൻറ്റ്. അപ്പോൾ അതിനകത്ത് കുറേ പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ആദ്യമേ ഇൻ്റർവ്യൂ നടത്തുന്നതും വളരെ ക്വയറ്റായിട്ട് ഉള്ളൊരു പ്ലേസ് ആയിരിക്കണം, പ്രൈവസി ഉണ്ടാവണം, അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പേഷ്യനോട് ചോദിച്ചറിയാനുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടേ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് വേണം ഇൻ്റർവ്യൂ നടത്താൻ വേണ്ടി സെലക്ട് ചെയ്യാൻ വേണ്ടി. അത് പേഷ്യൻ്റ് ഡിസ്ട്രാക്ഷൻ ഒന്നും ഉണ്ടാകാത്ത തരത്തിലുള്ളത്. ഓക്കെ, പിന്നെ അടുത്തത് റിലാക്സ്ഡ് ആൻഡ് അൺഹറീഡ് ആയിരിക്കണം. എന്ന് വെച്ചാൽ ആ ഒരു ഇൻ്റർവ്യൂ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ വളരെ റിലാക്സ്ഡ് കണ്ടീഷനിൽ വേണ്ട ചെയ്യാൻ. ധൃതി പിടിച്ച് നിങ്ങൾ ഇങ്ങോട്ട് വന്നേ, നിങ്ങളോട് ചില കാര്യങ്ങളൊക്കെ എനിക്ക് രോഗത്തെ പറ്റി ചോദിക്കണം, ഇന്ന് വേഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേഷ്യനെ വിളിച്ചുകൊണ്ട് പോയി ഒരു 2-3 മിനിറ്റ് ഇൻ്റർവ്യൂ നടത്താനൊന്നും പറ്റില്ല. ഫസ്റ്റ് ഓഫ് ഓൾ പേഷ്യൻ്റ് നമ്മളോട് കോപ്പറേറ്റ് ചെയ്യണം. മാനസിക രോഗിയാണെന്ന് ഓർക്കണം, ഒരു ഫിസിക്കൽ ഇൽനെസ് ഉള്ള രോഗി അല്ല. അവരോട് പറഞ്ഞാൽ അവർക്ക് കുറച്ചെങ്കിലും മനസ്സിലാവും ഇൻ്റർവ്യൂ എന്താണെന്നോ, എന്തൊക്കെയാണ് സംസാരിക്കുന്നത്, എന്തൊക്കെ പറയണം. പക്ഷേ ഇതൊരു മാനസിക രോഗിയാണെന്ന് ഓർക്കുക. അപ്പോൾ അവർക്ക് അവരുടേതായ സമയം കൊടുത്ത് റിലാക്സ്ഡ് ആയിട്ടൊരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് മാത്രമേ ഒരു മാനസിക രോഗിയെ ഇൻ്റർവ്യൂ നടത്താൻ പറ്റത്തുള്ളൂ. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം ഒരുപക്ഷെ അരമണിക്കൂർ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന വശം പേഷ്യൻറ്റിന് 1 മണിക്കൂർ കൂടുതൽ അല്ലെങ്കിൽ ഒരുപാട് പ്രാവശ്യമായിട്ട് നടത്താൻ പറ്റും ഒരു ഉദ്ദേശത്തോടെ പോയാൽ തന്നെ. പേഷ്യൻ്റ് ചിലപ്പോൾ പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നില്ല, കോപ്പറേറ്റ് ചെയ്യണമെന്നില്ല, ചോദിക്കുന്നതിനൊക്കെ ആൻസർ പറയണമെന്നില്ല. ഓർക്കുക, മാനസിക രോഗമുള്ള ആളാണ് നമ്മുടെ മുൻപിലിരിക്കുന്നത്. അപ്പം അതല്ലാതെ ഫിസിക്കൽ ഇൽനെസ് ഉള്ള ഒരാളെ മുൻപിൽ വെച്ചുകൊണ്ട്, ഫിസിക്കൽ രോഗമുള്ള ഒരാളിനെ മുമ്പിൽ വെച്ചുകൊണ്ട് ഇൻ്റർവ്യൂ നടത്തുന്ന പോലെ ഈ ഒരു പേഷ്യനെ മുൻപിൽ വെച്ച് ഇൻ്റർവ്യൂ നടത്താൻ സാധ്യമല്ല. ഇറ്റ് മേ ടേക്ക് ലോങ് ടൈം. യു ഹാവ് ടു കൺസിഡർ മെനി ഫാക്ടേഴ്സ് ഇൻ മേക്കിംഗ് ആൻ ഇൻ്റർവ്യൂ വിത്ത് എ സൈക്കാട്രിക് പേഷ്യൻറ്റ്. ഓക്കെ, അതാണ് പറയുന്നത്. റിലാക്സ്ഡ് ആയിരിക്കണം, അൺഹറീഡ് ആയിരിക്കണം. പിന്നെ മെയിൻറ്റെയിൻ ഐ കോണ്ടാക്ട് ആൻഡ് ആക്റ്റീവ് ലിസണിങ്. എന്ന് പറഞ്ഞാൽ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യണം. എന്ന് പറഞ്ഞാൽ എന്തുവാ? വാട്ട് ഈസ് ഐ കോണ്ടാക്ട്? നമ്മൾ പേഷ്യൻ്റെ മുഖത്ത് നോക്കി, കണ്ണിൽ നോക്കി സംസാരിക്കണമെന്ന്. കഴിയുന്നതും പേഷ്യൻ്റെ നമ്മുടെ മുഖത്ത് നോക്കാനുള്ള ഒരു സിറ്റുവേഷനിൽ ഇരുത്തിയിട്ട് നമ്മൾ പേഷ്യൻ്റെ മുഖത്ത് നോക്കി ക്വസ്റ്റ്യങ്ങൾ ചോദിച്ച് പേഷ്യൻ്റെ നമ്മളെ ഫേസ് ചെയ്ത് നമ്മുടെ മുഖത്ത് നോക്കി ഉത്തരം പറയാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകണം എന്നാണ് പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, ആക്റ്റീവ് ലിസണിങ്. നമ്മൾ പറയുന്നത്, പേഷ്യൻ്റ് പറയുന്നത് എല്ലാം ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം നമുക്ക് സിംറ്റമറ്റോളജി നമ്മൾ പഠിച്ചല്ലോ, പേഷ്യൻ്റ് എങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നതെന്നൊക്കെ പഠിച്ചു അല്ലേ? അപ്പോൾ ആക്റ്റീവ് ലിസണിങ് വേണം. പിന്നെ അതുകൂടാതെ തന്നെ കണ്ണിൽ നോക്കി സംസാരിക്കണം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താണോ? കണ്ണിൽ നോക്കി സംസാരിച്ചാൽ എന്താ, അല്ലാതെ സംസാരിച്ചാൽ എന്താ കുഴപ്പം? എന്തിനാണ് നമ്മൾ കണ്ണിൽ നോക്കി സംസാരിക്കുന്നത്? അല്ലെങ്കിൽ പേഷ്യനോട് നമ്മളുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറയണം എന്ന ഉദ്ദേശത്തോടെ നമ്മൾ ഇൻ്റർവ്യൂ നടത്തുന്നത് എന്തിനാണ്? അതായത് നമുക്ക് എപ്പോഴും ഒരു റിയൽ ആയിട്ടുള്ള കാര്യം ഒരാൾ നമ്മളോട് പറയുന്നത് എപ്പോഴും നമ്മൾ മുഖത്ത് നോക്കി സംസാരിക്കുമ്പോൾ പേഷ്യൻ്റെ എക്സ്പ്രഷൻ മനസ്സിലാക്കാൻ പറ്റും, അല്ലേ? ഇപ്പം സന്തോഷമുള്ളൊരു കാര്യം പറയുന്നത് പോലെ ആയിരിക്കത്തില്ല സങ്കടമുള്ളൊരു കാര്യം പറയുന്നത്, അല്ലേ? സങ്കടമായിട്ടുള്ളൊരു കാര്യം പറയുമ്പോൾ ഫേഷ്യൽ എക്സ്പ്രഷനിൽ അത് പ്രകടമാണ്. സന്തോഷമുള്ളൊരു കാര്യം വരുമ്പോൾ അതും ഫേഷ്യൽ എക്സ്പ്രഷനിൽ പ്രകടമാണ്. അപ്പോൾ പേഷ്യൻ്റെ മുഖഭാവത്തിൽ നിന്ന് മനസ്സിലാക്കാം പേഷ്യൻ്റെ ഫീലിംഗ് എന്താണെന്ന്. പിന്നെ കണ്ണി നോക്കി സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളോട് റിയൽ ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അത് 100% റിയലായിട്ടുള്ള ഉത്തരം എപ്പോഴും പറയുന്നത് കണ്ണി നോക്കിയായിരിക്കും പേഷ്യൻ്റ് പറയുന്നത്. ഇപ്പം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളോടിപ്പം അമ്മയോ അച്ഛൻ എന്തെങ്കിലും ചോദിക്കുക, നിങ്ങൾ കള്ളവാണ് പറയുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അമ്മയുടെ അച്ഛൻ്റെ മുഖത്ത് നോക്കി ആയിരിക്കത്തില്ല അത് പറയുന്നത്, കള്ളമാണ് പറയുന്നത്. അല്ലെ റിലയബിൾ ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ അല്ല നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കണ്ണിൽ നോക്കി നമ്മൾ സംസാരിക്കത്ത നമുക്കൊരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ട്. അയ്യോ ഞാൻ കള്ളമല്ലേ പറയുന്നത് അമ്മയോട് അച്ഛനോട് എന്ന് നമുക്ക് തോന്നാം. അപ്പോൾ നമ്മൾ വേറെ എവിടെയെങ്കിലും നോക്കിയോ താഴെ നോക്കിയോ ഒക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പേഷ്യൻറ്റിലുള്ള കാര്യങ്ങൾ തുറന്ന് നമ്മളോട് പറയുന്ന സമയത്തും നമ്മൾ അങ്ങോട്ട് ചോദിക്കുന്ന സമയത്തും ഐ കോണ്ടാക്റ്റിനുള്ള സാഹചര്യം പ്രൊവൈഡ് ചെയ്യുക. മനസ്സിലായി? ഐ കോണ്ടാക്ട് അത് നിങ്ങൾ നേഴ്സിംഗ് പ്രോസസ്സ് പഠിപ്പിച്ചപ്പോഴും മാഡം പഠിപ്പിച്ച് കാണും ഐ കോണ്ടാക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ്. വെൻ യു ആർ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ദ പേഷ്യൻറ്റ്, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഐ കോണ്ടാക്ട് ദർ? മനസ്സിലായി? അപ്പം മുഖത്ത് നോക്കി കണ്ണിൽ നോക്കി അതായത് കണ്ണുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യത്തക്കവണ്ണം വേണം ചോദ്യം ചോദിക്കാനും ഉത്തരം സീക്ക് ചെയ്യാനും. മനസ്സിലായോ? അപ്പോൾ അതാണ് പറയുന്നത് മെയിൻറ്റെയിൻ ഐ കോണ്ടാക്ട്. പിന്നെ ആക്റ്റീവ് ലിസണിങ് എന്ന് ഞാൻ പറഞ്ഞാൽ പേഷ്യൻ്റ് പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കണം. കേൾക്കുന്നതിൽ നിന്ന് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടണം.
പിന്നെ ഒരു കാര്യം, പേഷ്യൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്ന് പലതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അതൊക്കെ മനസ്സിലാക്കണം. പിന്നെ നമ്മൾ പേഷ്യൻറ്റിൻ്റെ പറയുന്ന കാര്യം ഇൻട്രസ്റ്റോടെ കേൾക്കുന്നു എന്ന് പേഷ്യൻ്റ് മനസ്സിലാക്കുമ്പോൾ പേഷ്യൻ്റ് മനസ്സിലാകും എന്നൊരു താല്പര്യമുണ്ട്, എനിക്ക് എൻ്റെ വെൽഫെയറിന് വേണ്ടിയാണ് ഇയാൾ ഇതൊക്കെ ചോദിക്കുന്നത്. അപ്പം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഭാവവും രീതിയും ആ ലിസണിങ് ആറ്റിറ്റ്യൂഡൊക്കെ കാണുമ്പോൾ പേഷ്യൻറ്റിന് കൂടുതൽ കാര്യങ്ങൾ തുറന്ന് പറയാനും ഈവൻ മറ്റാരോടും പറയാത്ത കോൺഫിഡൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ പോലും പേഷ്യൻ്റ് പറഞ്ഞു തന്നിരിക്കും. മനസ്സിലായോ? അപ്പോൾ വെൻ പേഷ്യൻറ്റ് സീസ് ദാറ്റ് യു ആർ എ വെരി ആക്റ്റീവ് ലിസണർ. തന്നെയല്ല, അങ്ങനെ ലിസൺ ചെയ്യുന്നതിൽ നിന്ന് പേഷ്യൻറ്റിന് തോന്നും നമുക്ക് പേഷ്യൻറ്റിൻ്റെ വെൽഫെയറിനകത്ത് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ആളാണെന്നും പേഷ്യൻറ്റിന് തോന്നും. അപ്പോൾ അത് നല്ല കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യും, കൂടുതൽ കാര്യങ്ങൾ ഇങ്ങോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പേഷ്യൻറ്റിനെ അസസ് ചെയ്യാൻ എളുപ്പമാകും. ഓക്കെ, അതാണ് പറയുന്നത് ബി ഇൻട്രസ്റ്റഡ് ആൻഡ് അറ്റൻറ്റീവ് എന്ന് പറഞ്ഞാൽ. അതായത് പേഷ്യൻ്റെ കാര്യത്തിൽ ഇൻട്രസ്റ്റഡും ആകണം, നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, നമ്മൾ അറ്റൻറ്റീവ് ആണെന്നും പേഷ്യൻ്റ് മനസ്സിലാകണം. പിന്നെ പിക്കപ്പ് ക്യൂസ് ഓഫ് ഡിസ്ട്രസ്. അതായത് ചിലപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ നടത്തുമ്പോൾ അല്ലെങ്കിൽ പേഷ്യൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം പേഷ്യൻറ്റിന് ചില കാര്യങ്ങൾ പറയുമ്പം പേഷ്യൻ്റെ മനസ്സിന് തന്നെ ഡിസ്ട്രസ് ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു പ്രീവിയസ് ഹിസ്റ്ററി നമ്മൾ ചോദിക്കുമ്പോൾ പേഷ്യൻറ്റിന് മുൻപ് നടന്ന എന്തെങ്കിലും പേഷ്യൻറ്റിന് ഓർത്ത് പറയാൻ ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങളോ മനസ്സിന് സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങളോ ഒക്കെ എന്തെങ്കിലുമൊക്കെ പേഷ്യൻ്റെ പഴയ ഹിസ്റ്ററിയിലുണ്ടാകും. അപ്പോൾ അത് പറയുമ്പം തന്നെ പേഷ്യൻ്റ് ഇമോഷണൽ ആകുകയോ കരയുകയോ ഒക്കെ എഴുന്നേറ്റ് പോവുകയോ സംസാരം നിർത്തുകയോ ഒക്കെ ചെയ്തെന്നിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പം അവിടെ എന്തുകൊണ്ടാണ് അത് പേഷ്യൻറ്റിന് ഡിസ്ട്രസ് ഉണ്ടാകുക, അതിനുള്ള കാരണം എന്താണ്, അത് ഇമോഷണലി പേഷ്യൻറ്റിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്തേക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ അത് നമുക്കൊരു ക്ലൂ തരും. അത് വെച്ച് നമ്മൾ കൂടുതൽ ചോദ്യങ്ങൾ അവിടെ ചോദിക്കേണ്ടി വരും, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ പേഷ്യൻറ്റിന് നമ്മൾ നല്ല IPR ഉള്ള നേഴ്സും പേഷ്യൻറ്റും ആണെങ്കിൽ പേഷ്യൻറ്റ് ഒരുപാട് കാര്യങ്ങൾ അവിടെ ഡിസ്ക്ലോസ് ചെയ്തെന്നിരിക്കും. അപ്പോൾ ഹിസ്റ്ററി കളക്ട് ചെയ്യാൻ നമുക്ക് കുറേ കൂടെ എളുപ്പമാകും, അസസ്മെൻറ്റ് നടത്താൻ കുറേ കൂടെ എളുപ്പമാകും. അതാണ് പറയുന്നത് പിക്കപ്പ് ക്യൂസ് ഓഫ് ഡിസ്ട്രസ് വെൻ വി ആർ ടോക്കിംഗ് വിത്ത് ദ പേഷ്യൻറ്റ് ഓർ വെൻ യു ആർ ഇൻ്റർവ്യൂയിങ് എ പേഷ്യൻറ്റ്. ഓക്കെ, മനസ്സിലായല്ലോ? ഇതെല്ലാം നിങ്ങൾക്ക് കൊണ്ടുപോയി ക്ലിനിക്കിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളാണെന്ന് ഓർക്കുക. വെറുതെ ഒരു ചെവി കൂടെ കേട്ട് അടുത്ത ചെവി കൂടെ വിടാനുള്ളതല്ല ഈ പറയുന്ന കാര്യങ്ങളൊന്നും. മനസ്സിലായല്ലോ? ശ്രദ്ധിച്ച് കേൾക്കുക. അത് യു ഹാവ് ടു അപ്ലൈ ഓൾ ദിസ് തിങ്സ് വെൻ യു ആർ ഗോയിങ് ടു മേക്ക് ആൻ ഇൻ്റർവ്യൂ വിത്ത് ദ പേഷ്യൻറ്റ്. വെൻ ആർ യു ഗോയിങ് ടു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ നല്ല ജോലി കിട്ടാൻ പോകുന്നുള്ള ഇൻ്റർവ്യൂ നല്ല ഇവിടെ മീൻ ചെയ്യുന്നത്. പേഷ്യൻറ്റുമായിട്ട് അഭിമുഖം, പേഷ്യൻ്റെ ഹിസ്റ്ററി കളക്ട് ചെയ്യാനും രോഗത്തെപ്പറ്റി അറിയാനും ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്, ഈ കാര്യങ്ങളെല്ലാം പേഷ്യനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. അതിന് വേറൊരു ഭാഷയിൽ ഇൻ്റർവ്യൂ എന്ന് നമുക്ക് പറയാം. ഇറ്റ് ഈസ് ആൻ ഇൻഫോർമൽ ഇൻ്റർവ്യൂ വിത്ത് ദ പേഷ്യൻറ്റ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഇവിടെ പറയുന്നത്. പിന്നെ ഫ്രീ ടോക്ക് വിതൗട്ട് ഇൻറ്ററപ്ഷൻ. അതായത് ഇടയ്ക്കിടയ്ക്ക് കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുന്ന ഒരു ടോക്കിൻ്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഇൻറ്ററപ്ഷൻ ഉണ്ടാകാതെ സൂക്ഷിക്കുക. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് കാം ആൻഡ് ക്വയറ്റ് എൻവയൺമെൻറ്റ് സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞത് ആദ്യമേ തന്നെ. ഓക്കെ, പിന്നെ അത് ഫ്രീ ടോക്ക് ഇൻറ്ററപ്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ പേഷ്യൻറ്റിൻ്റെ അതേ അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് പേഷ്യൻറ്റിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോയ പേഷ്യൻ്റെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനൊക്കെ ബുദ്ധിമുട്ടാണ്. കാരണം ദിസ് ഈസ് എ സൈക്കാട്രിക് പേഷ്യൻറ്റ്. ഇപ്പോൾ ഞാൻ കുറച്ച് മുമ്പേ ചോദിച്ചത് എന്താ ബാക്കി പറയുമെന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലാത്ത പേഷ്യൻ്റൊക്കെ അത് ബാക്കി പറഞ്ഞെന്നിരിക്കും, പക്ഷേ ഈ പേഷ്യൻ്റ് അങ്ങനെ പറയണമെന്നില്ല. അതുകൊണ്ട് കഴിയുന്നതും ഇൻറ്ററപ്ഷൻ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ സ്റ്റിക്ക് ഓൺ ടു ദ തീം വിതൗട്ട് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കലെ എന്തൊക്കെയോ ഇൻഫർമേഷൻ തന്നുകൊണ്ടിരിക്കലെ പേഷ്യൻ്റ് വഴിമാറി ചിന്തിച്ച് പോകുന്നു. നമ്മളതിനകത്ത് സർക്കംസ്റ്റാൻഷ്യാലിറ്റി അങ്ങനെ ഏതാണ്ടൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചല്ലോ നേരത്തെ. കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലത്തിലും തിങ്കിങ് പ്രോബ്ലത്തിലും ഒക്കെ പഠിച്ചു. ടാൻജൻഷ്യാലിറ്റി, സർക്കംസ്റ്റാൻഷ്യാലിറ്റി, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ അതുപോലെ എല്ലാ സിംറ്റംസ് ഈ പേഷ്യൻ്റ് കാണിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ടു ദ തീം വിതൗട്ട് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഡീവിയേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ കഴിയുന്നതും പേഷ്യൻറ്റിനെ ആ ഒരു സ്പോട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം. കാരണം പേഷ്യൻ്റ് തന്നെ തിരിച്ചു വരണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ കഴിയുന്നതും പേഷ്യൻറ്റിനെ പഴയ തീമിലേക്ക് തന്നെ കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമുക്ക് വേണ്ടത്ര ഇൻഫർമേഷൻ ഒരു ഇൻ്റർവ്യൂവിൽ കിട്ടിയെന്നിരിക്കത്തില്ല. അപ്പം ഒരു 20 മിനിറ്റ് ഇൻ്റർവ്യൂ നടത്തി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് പേഷ്യൻ്റ് ഡീവിയേറ്റ് ചെയ്തങ്ങ് പോയി. പിന്നെ ആ പേഷ്യൻറ്റിനെ ആ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ വേറൊരു ഇൻ്റർവ്യൂ നടത്തണം. അത് ഇന്ന് തന്നെ നടക്കണമെന്നില്ല, ചിലപ്പോൾ നാളെ ആയിരിക്കും. കാരണം പേഷ്യൻ്റെ പേഷ്യൻ്റെ വില്ലിനെസ്സും പേഷ്യൻ്റെ ഇഷ്ടവും ഒക്കെ വേണമല്ലോ. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു വൺ വേ പ്രോസസ്സ് അല്ല. രണ്ടുപേരും കൂടെ ഒന്നിച്ച് ഒരു സ്ഥലത്തെത്തിയാൽ മാത്രമേ അതിനകത്ത് കോപ്പറേഷനും ഒക്കെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്, ബില്ലിങ്നെസ് ഒക്കെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒരിടത്ത് ഡീവിയേറ്റ് ചെയ്തൊരു പേഷ്യൻ്റ് വഴിമാറിപ്പോയാൽ പിന്നെ നമ്മൾ ഉദ്ദേശിച്ച് പോകുന്ന പല കാര്യങ്ങളും ആ ഇൻ്റർവ്യൂവിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല എന്ന് വരും. നമ്മളൊരു ഉദ്ദേശത്തോടെ ആയിരിക്കും പേഷ്യൻ്റ് ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നത് തന്നെ. അതിടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പേഷ്യൻറ്റിനെ ആ ട്രാക്കിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ബാക്കി കാര്യങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് എന്താണെന്ന് വെച്ചാൽ മെയിൻലി ഇതൊരു മാനസിക രോഗി ആയതുകൊണ്ട്. നമുക്കറിയാമല്ലോ, മാനസിക രോഗി എന്ന് പറഞ്ഞാൽ അവർ എപ്പോഴും റൈറ്റും റോങ്ങും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്തവരാണ്.
മനസ്സിലായോ? വാട്ട് ഈസ് റൈറ്റ് വാട്ട് ഈസ് റോങ് ദേ ഡോണ്ട് നോ അറ്റ് ദ വെൻ ദേ ആർ എ സൈക്കാട്രിക് പേഷ്യൻറ്റ്. അല്ലെ കണ്ടിന്യൂറ്റി ഇൻട്രപ്റ്റ് ചെയ്താൽ ആ കണ്ടിന്യൂവേഷൻ കണ്ടുപിടിക്കാനും അതുപോലെ പ്രൊസീഡ് ചെയ്യാനും അവർക്ക് പറ്റില്ലായിരിക്കും. കാരണം മാനസിക അസ്വസ്ഥങ്ങൾ എന്ന് പറയുമ്പോൾ അത്രമാത്രം സീരിയസ് ആണ്. ബ്രെയിൻ ശരിക്കും പ്രവർത്തിക്കുന്നില്ല, കൊഗ്നിറ്റീവ് ഫംഗ്ഷൻ ഇമ്പയർ ചെയ്തേക്കുന്നു, ഹയർ മെൻ്റൽ ഫംഗ്ഷൻ ഒന്നും തന്നെ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരാൾ എങ്ങനെയാണ് ഒരു പ്രോപ്പർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്? അപ്പോൾ അതിനെപ്പറ്റി ഇൻ്റർവ്യൂ നടത്തുന്ന ആളിന് ചിന്ത വേണം. ഓക്കെ, അപ്പം എക്സ്ട്രാ പ്രിക്കോഷൻസ് ഒരു മാനസിക രോഗിയായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ വേണം. ഓക്കെ, പിന്നെ ഒന്ന് യൂസ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. അതായത് പേഷ്യൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കൂടുതലും ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കണം. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസും ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസും നിങ്ങൾ പഠിച്ചു കാണും. കാരണം നിങ്ങൾ റിസർച്ചും ഒക്കെ പഠിച്ചവരാണല്ലോ. സെക്കൻഡ് ഇയറിലും പല പല കാര്യങ്ങളും അസൈൻമെൻറ്റും ഒക്കെ എഴുതി പ്രസൻറ്റേഷനും ഒക്കെ നടത്തുമ്പോൾ ഐ തിങ്ക് യു നോ വാട്ട് ഈസ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേറൊരു തരം ക്വസ്റ്റ്യൻസ് ഉണ്ട്, ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ്. ഈ രണ്ട് തരം ക്വസ്റ്റ്യൻസ് ആണ് നമ്മളെപ്പോഴും മറ്റുള്ളവരോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ഉപയോഗിക്കുന്നത്. ഒന്ന് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്, അതർ ഇസ് ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ്. പക്ഷേ ഒരു മാനസിക രോഗിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കണം. എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് ഒറ്റ വാക്കിൽ ഉത്തരം പറയുന്ന ചോദ്യങ്ങളെയാണ് നമ്മൾ ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഒരു ചോദ്യം ചോദിച്ചാൽ നീ ഇന്നലെ ഉറങ്ങിയോ എന്ന് നമ്മൾ ചോദിച്ചെന്നിരിക്കട്ടെ, പേഷ്യൻറ്റ് ഉറങ്ങിയില്ല എന്നൊറ്റ ഒരു ഉത്തരവേ പറഞ്ഞുള്ളെങ്കിൽ ദാറ്റ് ഇസ് എ ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ? ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് പേഷ്യൻറ്റ് ഒറ്റ വാക്കിലല്ല ഉത്തരം പറയാൻ പറ്റത്തില്ല, അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ട ഒരു ഉത്തരമാണെങ്കിൽ അതിനെ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ എന്ന് പറയും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പേഷ്യനോട് ഇതേ ഉറക്കത്തെപ്പറ്റി വീണ്ടും ഒരു ചോദ്യം ചോദിക്കുന്നു, ഇന്നലത്തെ നിങ്ങളുടെ ഉറക്കം എങ്ങനെയുണ്ടായിരുന്നു? ഇന്നലത്തെ ഉറക്കം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ പേഷ്യൻ്റ് ഉണ്ടെന്നോ ഇല്ലെന്നോ ഉത്തരം പറയാൻ പറ്റത്തില്ലല്ലോ. ഒറ്റ വാക്കിൽ അവിടെ ഉത്തരം പറയാൻ പറ്റത്തില്ല. അപ്പോൾ പേഷ്യൻ്റ് അത് കുറേ എക്സ്പ്ലെയിൻ ചെയ്ത് പറയും. അതായത് ഞാൻ ഇന്നലെ 10 മണിക്കാണ് ഉറങ്ങാൻ പോയത്, 10 മണിക്ക് ഉറങ്ങാൻ കിടന്നിട്ട് എനിക്ക് ആദ്യം ഒന്നും ഉറക്കം വന്നില്ല, പിന്നെ കുറേ നേരം കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് റൂമിൽ പോയി വെള്ളം എടുത്ത് കുടിച്ചു, പിന്നെയും പോയി കിടന്നു, അന്നേരം ഉറക്കം വന്നില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വെളിയിൽ എവിടെ ശബ്ദം കേട്ടു, ഞാൻ പോയി കട തുറന്ന് നോക്കി, അത് കഴിഞ്ഞ് പിന്നെ വന്ന് കിടന്ന് ഞാൻ 2 മണിയൊക്കെ ആയപ്പോഴേ ഉറങ്ങിയെന്ന് പേഷ്യൻ്റ് പറയും. അപ്പോൾ ഇത്രയും പേഷ്യൻ്റ് ഉറക്കത്തെപ്പറ്റി സംസാരിച്ചു. അപ്പോൾ അതൊരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യനാണ്. നമ്മൾ ചോദിച്ച ചോദ്യം എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ ഉറക്കം എന്നാണ് ചോദിച്ചത്. അപ്പോൾ പേഷ്യൻ്റ് അത് എക്സ്പ്ലനേറ്ററി ആയിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു. അപ്പോൾ അത്രയും കാര്യങ്ങൾ പേഷ്യൻറ്റിന് സംഭവിച്ചു എന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടുക ചെയ്തേ. ഉറക്കത്തെപ്പറ്റി അത്രയും കാര്യങ്ങൾ പേഷ്യൻ്റ് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു. അതേസമയം ഇന്നലെ നിങ്ങൾ ഉറങ്ങിയോ രാത്രിയിൽ എന്ന് ചോദിച്ചാൽ പേഷ്യൻറ്റിന് വേണേൽ പറയാൻ ഇല്ല. കാരണം ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട് പോലും പേഷ്യൻ്റ് ഇല്ലെന്നേ പറയത്തുള്ളൂ, അല്ലെങ്കിൽ ഉറങ്ങിയെന്നേ പറയത്തുള്ളൂ. ആൻസർ ഇല്ലെന്നായിരിക്കും, അത് ഒറ്റ വേർഡിലുള്ള ആൻസറാണ്. പക്ഷേ ആ ഒറ്റ വേർഡ് പറയേണ്ടടുത്ത് നമ്മളൊരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഇത്രയും കാര്യങ്ങൾ പേഷ്യൻ്റ് പറഞ്ഞു. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്ക് പേഷ്യൻറ്റിൽ നിന്ന് കിട്ടി. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഒരു ക്ലിനിക്കൽ ഇൻ്റർവ്യൂ നടത്തുമ്പോഴോ അല്ലെങ്കിൽ പേഷ്യനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴോ കഴിയുന്നതും ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ശ്രമിക്കുക, ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻ ചോദിക്കാതെ. ഓക്കെ, നമുക്ക് പേഷ്യൻ്റെ മൈൻഡിനെ പറ്റി അറിയേണ്ടത്. അപ്പോൾ പേഷ്യൻ്റെ മനസ്സിലുള്ള എല്ലാം തുറന്ന് ഇങ്ങോട്ട് പറയണമെങ്കിൽ നമ്മൾ ഒരിക്കലും ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻ ചോദിക്കാതിരിക്കുക. യു ജസ്റ്റ് ആസ്ക് ദം ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചില്ല. ഏതൊക്കെയാണ് മെത്തേഡ്സ് ഓഫ് ഡൂയിങ് സൈക്കാട്രിക് അസസ്മെൻറ്റിൽ നമ്മൾ ക്ലിനിക്കൽ ഇൻ്റർവ്യൂ പഠിച്ചു. അത് കഴിഞ്ഞ് സെക്കൻഡ് വൺ പഠിച്ചത് ഹിസ്റ്ററി ടേക്കിങ്ങാണ്. ഈ ഹിസ്റ്ററി ടേക്കിംഗ് എന്ന് ചോദിച്ചാൽ എന്താണെന്ന് വെച്ചാൽ പേഷ്യൻ്റെ ഹിസ്റ്ററി, അതായത് പല പല ഹിസ്റ്ററികൾ നമ്മൾ പേഷ്യൻ്റിൽ നിന്ന് കളക്ട് ചെയ്യണം. രോഗത്തെ പറ്റിയുള്ള ഹിസ്റ്ററി വേണം, പിന്നെ പേഷ്യൻ്റെ എന്തായിരുന്നു പേഷ്യൻ്റെ സ്റ്റീക്ക് കംപ്ലയിൻറ്റ്, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം. പാസ്റ്റ് ഹിസ്റ്ററി കളക്ട് ചെയ്യണം, ട്രീറ്റ്മെൻറ്റ് ഹിസ്റ്ററി കളക്ട് ചെയ്യണം, ഫാമിലി ഹിസ്റ്ററി കളക്ട് ചെയ്യണം, പേഴ്സണൽ ഹിസ്റ്ററി കളക്ട് ചെയ്യണം, പ്രീമോർബിഡ് പേഴ്സണാലിറ്റി കളക്ട് ചെയ്യണം, പിന്നെ പേഷ്യനെ പറ്റിയുള്ള പ്രിലിമിനറി നോളജും അറിയണം. മനസ്സിലായി? ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മൾ ഹിസ്റ്ററിയിൽ ഉൾപ്പെടുത്തി ഇതെല്ലാം പ്രോപ്പറായിട്ട് കളക്ട് ചെയ്യണം. അതാണ് ഹിസ്റ്ററി ടേക്കിംഗ് എന്ന് പറഞ്ഞാൽ. അതിനകത്ത് ആദ്യം പറയുന്നത് പ്രിലിമിനറി ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ സോഷ്യോ ഡെമോഗ്രാഫിക് ഡേറ്റ എന്ന് പറയാം. അതിനകത്ത് പേഷ്യനെ പറ്റിയുള്ള പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നത്. അതിനകത്ത് വരുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പേഷ്യൻ്റെ ഏജ് വരാം, നെയിം, ഏജ്, സെക്സ്, മാരിറ്റൽ സ്റ്റാറ്റസ്, എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ്, പിന്നെ ഹാൻഡഡ്നെസ് എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് വലത് കൈയാണോ കൂടുതൽ ഉപയോഗിക്കുന്നത്, ഇടത് കൈയാണോ, അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ. ഇത് കൂടുതൽ നമ്മൾ ചില ഡിസീസ് കണ്ടീഷൻ ഉള്ളവർക്ക്, ബ്രെയിൻ റിലേറ്റഡ് ചില ഡിസീസ് കണ്ടീഷൻ ഉള്ളവരോടാണ് ഈ ഹാൻഡഡ്നെസ് നോക്കുന്നത്. ഇടത് കൈക്കാരനാണോ വലത് കൈക്കാരനാണോ പേഷ്യൻ്റ് എന്ന്. പിന്നെ ഒക്കുപേഷണൽ സ്റ്റാറ്റസ്, റിലിജിയൻ, ഇൻകം, അഡ്രസ്, നെയിം ഓഫ് ദി ഇൻഫോർമൻറ്റ്. അതായത് പേഷ്യൻറ്റിനെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻ തരാൻ പറ്റുന്ന, നമുക്ക് തരുന്ന ആൾ, കൂടെയുള്ള ആൾ ആരാണ്, അതാണ് നെയിം ഓഫ് ഇൻഫോർമൻറ്റ്. പിന്നെ റിലേഷൻ ഓഫ് ഇൻഫോർമൻറ്റ് ടു ദ പേഷ്യൻറ്റ്. ഈ ഇൻഫർമേഷൻ തരുന്ന ആൾ
പേഷ്യൻറ്റുമായിട്ട് എന്ത് ബന്ധമുള്ള ആളാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് റിലയബിൾ ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ പേഷ്യൻറ്റിനോട് അടുപ്പമുള്ള ആരെങ്കിലും, പേഷ്യൻറ്റിനെ അറിയാവുന്ന ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ അച്ഛൻ്റെ സുഹൃത്തായിരിക്കും കൂടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ അമ്മയുടെ അടുത്തുള്ള അയലത്തെ വീട്ടിലെ ആളായിരിക്കും കൂടെ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് റിലയബിൾ ഇൻഫർമേഷൻ തരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇൻഫർമേഷൻ തരുന്ന ആളും പേഷ്യൻറ്റും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമ്മൾ അവിടെ എഴുതണം, അറിയണം. അപ്പം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും ഈ ഇൻഫർമേഷൻ കിട്ടിയേക്കുന്നത് റിലയബിൾ ആണോ അല്ലയോ എന്ന്. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ഓഫ് ദി ഇൻഫോർമൻറ്റ് വിത്ത് ദ പേഷ്യൻറ്റ്. അപ്പോൾ ഇത്രയാണ് പ്രിലിമിനറി അല്ലെങ്കിൽ ഹിസ്റ്ററിക്കകത്ത് അല്ലെങ്കിൽ സോഷ്യോ ഡെമോഗ്രാഫിക് ഡേറ്റയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനുള്ളത്. ഇതിനകത്ത് ഇനിയും ചില കാര്യങ്ങൾ ഇൻകം എന്ന് തോന്നിയിട്ടുണ്ട്. ഇൻകം അങ്ങനെ ആ കിടക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പോളിസി അനുസരിച്ച് അവർ പറയും എന്തൊക്കെ പേഷ്യൻറ്റിൽ നിന്ന് കളക്ട് ചെയ്യാമെന്ന്. കാരണം അതിനകത്ത് ഒരു കേസ് ഷീറ്റിനൊരു ഫോർമാറ്റ് തന്നെയുണ്ട്. ആ ഫോർമാറ്റിൽ തന്നെ ആദ്യത്തെ പേജിൽ കാണും എന്തൊക്കെയാണ് പേഷ്യൻറ്റിൽ നിന്ന് നിങ്ങൾ കളക്ട് ചെയ്യേണ്ടതെന്ന്. ഇതിപ്പോൾ ഞാൻ ജനറലായിട്ടുള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ. ബട്ട് ഇറ്റ് ക്യാൻ വേരി അക്കോർഡിംഗ് ടു ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ പോളിസി വെയർ ദ പേഷ്യൻറ്റ് ഈസ് അഡ്മിറ്റഡ്. മനസ്സിലായോ? പേഷ്യൻ്റ് എവിടെയാണോ ഏത് ആശുപത്രിയിലാണോ കിടക്കുന്നത് അവരുടെ പോളിസി അനുസരിച്ച് ആ പേഷ്യൻ്റ് ഏതൊക്കെ പ്രിലിമിനറി ഇൻഫർമേഷൻ കളക്ട് ചെയ്യാം എന്ന് അതിലുണ്ടാവും. അത് ഇതിനകത്തുനിന്ന് അഡീഷണലായിട്ട് ചിലത് കാണും, അത് ഇതിനകത്ത് ഇല്ലാത്തതും ചില അതിൽ കാണും. ഇപ്പോൾ ഇതിനകത്ത് IP നമ്പർ ഒന്നും ഞാൻ വരുത്തിയിട്ടില്ല. IP നമ്പർ, പിന്നെ പേഷ്യൻ്റ് എവിടുന്നാണ് റെഫർ ചെയ്തത്, ചിലപ്പോൾ ഒരു റെഫേർഡ് കേസ് ആണെങ്കിൽ പേഷ്യൻ്റ് എവിടുന്നാണ് റെഫർ ചെയ്യുന്നത്, ആ റെഫറിങ് ഡോക്ടറിൻ്റെ പേര്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി ചിലപ്പോൾ കാണും. ചിലപ്പം പേഷ്യൻറ്റിനെ ഡയറക്റ്റ്ലി വീട്ടുകാർ തന്നെ കൊണ്ടുവന്നതായിരിക്കാം, അതല്ലെങ്കിൽ വേറൊരു സെൻറ്ററിൽ കിടന്നിട്ട് അവിടുന്ന് റെഫർ ചെയ്ത കേസാവാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ റെഫറൽ നമ്പറും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് വരും. റെഫറൽ ഏത് ഡോക്ടറാണ് റെഫർ ചെയ്തത്, ആ ഡോക്ടറിൻ്റെ പേര്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് പ്രിലിമിനറി അല്ലെങ്കിൽ സോഷ്യോ ഡെമോഗ്രാഫിക് ഡേറ്റയിൽ പെടും. അപ്പം നമ്മൾ ആദ്യമേ ഹിസ്റ്ററി ടേക്കിങ്ങിനകത്ത് പ്രിലിമിനറി ഡേറ്റ അല്ലെങ്കിൽ സോഷ്യോ ഡെമോഗ്രാഫിക് ഡേറ്റയാണ് ആദ്യത്തത്. അത് നമ്മൾ പേഷ്യനോട് ചോദിച്ച് റിലയബിളായിട്ട് തന്നെ എഴുതണം. പിന്നെ അടുത്തത് ചീഫ് കംപ്ലയിൻസ് ആൻഡ് ഹിസ്റ്ററി ഓഫ് പ്രസൻറ്റ് ഇൽനെസ്സാണ് വരുന്നത്. മനസ്സിലായോ? അതായത് ചീഫ് കംപ്ലയിൻസ് ആൻഡ് ഹിസ്റ്ററി ഓഫ് പ്രസൻറ്റ് ഇൽനെസ് അതെന്താണെന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ്, പേഷ്യൻറ്റിന് എപ്പോഴാണ് ഈ രോഗം ഉണ്ടായത്, അതായത് എന്ന് വരെ പേഷ്യൻറ്റ് നോർമലായിരുന്നു. മനസ്സിലായോ? ആ വ്യക്തിയെ ഒരു നോർമലായിട്ട് കണ്ട ഏത് ഡേറ്റ് വരെയാണെന്ന് കൂടെ നിൽക്കുന്ന ആർക്കെങ്കിലും ഇൻഫർമേഷൻ തരുന്ന ആർക്കെങ്കിലും പറയാൻ കഴിയണം. അതാണ് പറയുന്നത് വെൻ അപ്പേരൻ്റ്ലി ഓൾ റൈറ്റ്, പേഷ്യൻ്റ് എന്ന് വരെ ഓക്കെ ആയിരുന്നു. മനസ്സിലായോ? പിന്നെ അത് കഴിഞ്ഞ് വെൻ ഡിഡ് ദ ഓൾട്ടേർഡ് ബിഹേവിയർ സ്റ്റാർട്ട്, എപ്പോഴാണ് ഈ അബ്നോർമൽ ബിഹേവിയർ അല്ലെങ്കിൽ മാനസിക രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ പേഷ്യൻ്റ് കാണിക്കാൻ തുടങ്ങിയത്. മനസ്സിലായോ? അത് തന്നെ പലതരത്തിലാകാം. ഓൺസെറ്റ് എന്ന് പറയുന്നത് ഡിസീസിൻ്റെ ഓൺസെറ്റ് നിന്ന് രോഗം ഉണ്ടായ അവസ്ഥ ഗ്രാജുവലായിട്ട് വരാം, ഇൻസീഡിയറ്റ് ആയിട്ട് വരാം, അല്ലെങ്കിൽ അക്യൂട്ട് വരാം. ഈ ഗ്രാജുവൽ, ഇൻസീഡിയസ്, അക്യൂട്ട് ഇതെന്തൊക്കെയാണെന്ന് നമ്മൾ പ്രിവെൻറ്റീവ് മെഡിസിൻ പഠിക്കുമ്പം അതിൻ്റെ എപ്പിഡമിയോളജി പഠിക്കുന്നതാണ്. വാട്ട് ഈസ് ഗ്രാജുവൽ, വാട്ട് ഈസ് ഇൻസീഡിയസ്, വാട്ട് ഈസ് അക്യൂട്ട്. ഈ ഗ്രാജുവൽ എന്ന് പറഞ്ഞാൽ ഒരു 5-6 മാസമായിട്ട് പേഷ്യൻറ്റ് പണ്ടത്തേതിനെക്കാട്ടി കുറേ കൂടെ അബ്നോർമൽ ബിഹേവിയറൊക്കെ ചിലപ്പോൾ കാണിക്കാറുണ്ട്. അത് നോർമൽ അല്ലെന്ന് പലർക്കും തോന്നിയിട്ടുണ്ട്. പക്ഷേ അത് വളരെ ഗ്രാജുവലായിട്ടാണ് പേഷ്യൻ്റ് രോഗലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങിയെന്ന് നമുക്ക് പറയാം. 5-6 മാസം കൊണ്ട് അല്ലെങ്കിൽ 2-3 മാസം കൊണ്ടാണ് പേഷ്യൻ്റെ ബിഹേവിയറിൽ വ്യത്യാസങ്ങൾ കാണാൻ തുടങ്ങി. അതിന് മുമ്പേ അയാൾ പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ആയിരുന്നു. പിന്നെ അടുത്തത് ഇൻസീഡിയസ് എന്ന് പറയുമ്പോൾ കുറേ കൂടെ ഫാസ്റ്റായിട്ട് കാണിക്കുകയാണെങ്കിൽ നമ്മൾ അതിന് ഇൻസീഡിയസ് എന്ന് പറയും. അത് കുറേ കൂടെ ഫാസ്റ്റായിട്ട് പേഷ്യൻ്റെ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. പിന്നെ അക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? അക്യൂട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇതുണ്ടായത്. അതായത് ഇപ്പോൾ തന്നെയാണേലും പേഷ്യൻറ്റിൻ്റെ വീട്ടിൽ ആരെങ്കിലും പ്രിയപ്പെട്ട ഒരാൾ മരിച്ചെന്നിരിക്കട്ടെ, പേഷ്യൻ്റെ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ ഇമോഷണലി റിലേറ്റ് ചെയ്ത ഒരാൾ മരിച്ചെങ്കിൽ പിറ്റേ ദിവസം തൊട്ട് പേഷ്യൻ്റ് അബ്നോർമലായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് പറയാം അക്യൂട്ട് ഇൻസിഡൻ്റ് ആണെന്ന്. ഇന്നലെ വരെ പേഷ്യൻ്റ് ഓൾറൈറ്റ് ആയിരുന്നു, അങ്ങനെ ഒരു പ്രത്യേക എപ്പിസോഡ് ഉണ്ടായപ്പോൾ തൊട്ടാണ് പേഷ്യൻ്റ് ഇങ്ങനെ ആയത്. അപ്പം നമുക്ക് അക്യൂട്ട് എപ്പിസോഡെന്ന് പറയാം. അതേസമയം ഇൻസീഡിയസ് ഓൺസെറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വരത്തില്ല. അത് കുറേ നാളുകൾ കൊണ്ടാണ് രോഗലക്ഷണങ്ങൾ മാറി മാറി വരുന്നത്. ആദ്യം പേഷ്യൻ്റ് മിണ്ടായിരിക്കത്തേ ഉള്ളായിരുന്നു. പിന്നെ അത് കഴിയുമ്പോൾ റൂമിനകത്ത് കയറി കതവടച്ചിരിക്കും. പിന്നെ കഴിഞ്ഞപ്പം പേഷ്യൻ്റ് ഒന്നും കഴിക്കത്തില്ല. അങ്ങനെ ഓരോരോ അവസ്ഥയിൽ നിന്ന് മാറി വന്നുകൊണ്ടാണ് ഗ്രാജുവലി ഇത് കൂടി വന്ന് പേഷ്യൻ്റ് ഈ അവസ്ഥയിലെത്തി. അപ്പോൾ നമുക്ക് ഇൻസീഡിയസ്, അപ്പോൾ അത് സംഭവിക്കാൻ ഒരു 2-3 മാസമൊക്കെ എടുത്ത് കാണും, അല്ലെങ്കിൽ ഒരു മാസത്തിൽ കൂടുതൽ എടുത്ത് കാണും. മനസ്സിലായി? അതാണ് ഇൻസീഡിയസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് എനി പ്രിസിപ്പിറ്റേറ്റിംഗ് ഫാക്ടർ, അതായത് ഈ പേഷ്യൻ്റിന് ഈ രോഗം ഉണ്ടാകാൻ എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടോ. അതായത് ഒരുപക്ഷെ പ്രീഡിസ്പോസിങ് ഫാക്ടർ ഉണ്ടാകാം. അതായത് ആ വീട്ടിൽ ആരെങ്കിലും ഒരു മാനസിക രോഗി ഉണ്ടെന്നുള്ളൊരു ഹിസ്റ്ററി ഉണ്ടാകാം. പക്ഷേ പേഷ്യൻ്റ് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പേഷ്യൻ്റ് അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ തന്നെ അവരുടെ മക്കളെല്ലാം തന്നെ മനോരോഗികളാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. വരാം എന്നൊരു ചാൻസേ ഉള്ളൂ, ഹെറിഡിറ്ററി ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. പക്ഷേ അങ്ങനെ ഒരു ചാൻസ് ഉള്ളൊരു പേഷ്യൻറ്റിന് പിന്നെ അതിൻ്റെ കൂടെ വേറൊരു ഇൻസിഡൻറ്റും കൂടെ ഉണ്ടായപ്പോൾ
അതായത് അങ്ങനെയുള്ള ഒരു വ്യക്തി പരീക്ഷയ്ക്കിൻ്റെ റിസൾട്ട് വന്നപ്പോൾ തോറ്റുപോയി. അപ്പോൾ അതൊരു പ്രിസിപ്പിറ്റേറ്റിംഗ് ഫാക്ടറായിട്ട് അവിടെ ആക്ട് ചെയ്ത്. അപ്പോൾ പ്രീഡിസ്പോസിങ് ഫാക്ടർ ഓൾറെഡി ഉണ്ട്, അതിൻ്റെ കൂടെ വേറൊരു കാരണം കൂടെ വരുമ്പം അതൊരു പ്രിസിപ്പിറ്റേറ്റിംഗ് ഫാക്ടറായിട്ട് ആക്ട് ചെയ്തിട്ട് പേഷ്യൻ്റ് രോഗിയാകുക. മനസ്സിലായോ? അല്ലെങ്കിൽ പിന്നെ ചില പെർപ്പച്വേറ്റിംഗ് ഫാക്ടർ എന്ന് പറയും. അതെന്ന് വെച്ചാൽ സ്ഥായിയായ ചില കാരണങ്ങൾ എന്നും ഉണ്ട്, അതെന്നും ആ ഒരു ഡിസീസ് കണ്ടിന്യൂ പ്രൊലോങ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് അതിന് പെർപ്പച്വേറ്റിംഗ് ഫാക്ടർ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ആ വീട്ടിലെ സാഹചര്യങ്ങളും വീട്ടിലെ അന്തരീക്ഷവും ഒന്നും അത്ര നല്ലതല്ല. അപ്പോൾ ഓൾറെഡി പേഷ്യൻറ്റിന് ഹെറിഡിറ്ററി ഫാക്ടർ ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ വീട്ടിലെ അവസ്ഥയൊന്നും മോശമല്ല, ഒരു മാനസിക ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല വീട്ടിലേതെങ്കിൽ അച്ഛൻ ആൽക്കഹോളിക്കാണ്, എന്നും വന്ന് വീട്ടിൽ വഴക്കുണ്ടാക്കും, അമ്മയെ തല്ലും, പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ ആ ഒരു വീട്ടിൽ എപ്പോഴും ഒരു പോസിറ്റീവ് എൻവയൺമെൻറ്റ്, ഹെൽത്തി എൻവയൺമെൻറ്റ് അല്ല എങ്കിൽ ദാറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ പെർപ്പച്വേറ്റിംഗ് ഫാക്ടർ വിച്ച് വിൽ ഗിവ് റൈസ് ടു എ ഡിസീസ് കണ്ടീഷൻ ഫോർ ദ പേഷ്യൻറ്റ്. മനസ്സിലായോ? ഇപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എല്ലാം മനസ്സിലായോ? അതായത് പ്രീഡിസ്പോസിങ് ഫാക്ടർ, പ്രിസിപ്പിറ്റേറ്റിംഗ് ഫാക്ടർ ആൻഡ് പെർപ്പച്വേറ്റിംഗ് ഫാക്ടർ. അതായത് രോഗിക്ക് രോഗമുണ്ട്, കംപ്ലീറ്റ്ലി ഓൾറൈറ്റ് അല്ല, പക്ഷേ ആ രോഗാവസ്ഥ അങ്ങ് നീണ്ടു പോവുകയാണ്. എന്തുകൊണ്ട്? വീട്ടിലെ അന്തരീക്ഷം ഓക്കെ അല്ല. അതൊരു പെർപ്പച്വേറ്റിംഗ് ഫാക്ടറായിട്ട് അവിടെ ആക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പേഷ്യൻ്റെ ചീഫ് കംപ്ലയിൻസിൽ ഹിസ്റ്ററി നോക്കുമ്പോൾ നമ്മൾ നോക്കണം. പേഷ്യൻ്റെ വീട്ടിലെ അവസ്ഥ എങ്ങനെയാണ്, ഹെറിഡിറ്ററി ഫാക്ടർ എന്തെങ്കിലും ഉണ്ടോ, അതുപോലെ തന്നെ അതല്ലാതെ തന്നെ എന്തെങ്കിലും പ്രിസിപ്പിറ്റേറ്റിംഗ് ഫാക്ടർ, ജോലി ചെയ്യുന്ന എൻവയൺമെൻറ്റോ വല്ലതും പേഷ്യൻറ്റിന് സ്ട്രെസ്ഫുൾ ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ ഡ്യൂറേഷൻ ഇൻ ക്രൊണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ രോഗാവസ്ഥ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് തുടങ്ങിയപ്പോൾ തൊട്ട് ഇങ്ങോട്ട് ഡേറ്റ് ഇട്ട് ഈ അവസ്ഥ വരെ എഴുതണം. പേഷ്യൻ്റെ എന്തൊക്കെ എപ്പിസോഡാണ്, എത്ര പ്രാവശ്യം വന്നു, എത്ര അറ്റാക്ക് വന്നു, എപ്പോഴൊക്കെ ഡോക്ടറെ കാണിച്ചു, ചിലപ്പോൾ ഡോക്ടറെ കാണിച്ചില്ലായിരിക്കാം, തന്നെ പോകുമെന്ന് വിചാരിച്ച് കാണാം, അല്ലെങ്കിൽ ചിലപ്പോൾ ആയുർവേദമായിരിക്കും കൊടുത്ത്, ചിലപ്പോൾ അലോപ്പതി ആയിരിക്കും കൊടുത്ത്, ചിലപ്പം വേറെ ഏതെങ്കിലും മന്ത്രവാദമായിരിക്കും ചെയ്തത്. ഇങ്ങനെ ഒരുപാട് ഹിസ്റ്ററി പേഷ്യൻ്റ് പറയാം. അപ്പോൾ അങ്ങനെ വരുന്നുണ്ട് ഈ ക്രൊണോളജിക്കൽ ഓർഡറിലുള്ള രോഗത്തിൻ്റെ ഒക്കറൻസ് നോക്കി അത് എഴുതണം. പിന്നെ ചേഞ്ചിങ് സിംറ്റംസ് എന്ന് വെച്ചാൽ പേഷ്യൻറ്റിന് ആദ്യം ഉണ്ടായപ്പോൾ തൊട്ട് പേഷ്യൻ്റ് ആശുപത്രിയിൽ വരുന്നിടം വരെ എങ്ങനെയൊക്കെ സിംറ്റംസിൽ പേഷ്യൻ്റ് ചേഞ്ച് കാണിച്ചു. ചിലപ്പോൾ ആദ്യമേ വളരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അധികം ഒന്നും കാണിച്ചില്ല, പിന്നെ മുന്നോട്ട് പോകുമ്പോൾ പിന്നെയും കാണിക്കുന്നു, പിന്നെ കൂടി കാണിക്കുന്നു, അങ്ങനെ പേഷ്യൻ്റ് ഈ അവസ്ഥയിലെത്തി. അപ്പോൾ അത് ചേഞ്ച് ഇൻ സിംറ്റംസിനെ കാണിക്കുന്നു. പിന്നെ എനി ചേഞ്ച് ഇൻ ബയോളജിക്കൽ ഫംഗ്ഷൻ. നമ്മൾ കഴിഞ്ഞ ദിവസം ബയോളജിക്കൽ ഫംഗ്ഷൻ പഠിച്ചതാണ്. എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് നമ്മൾ ഓൾട്ടറേഷൻ ബയോളജിക്കൽ ഫംഗ്ഷനകത്ത് പേഷ്യൻറ്റിൻ്റെ അപ്പിറ്റൈറ്റ്, സ്ലീപ്പ്, ഇങ്ങനെയുള്ള സെക്ഷൽ ഡിസയർ ഇതൊക്കെ പഠിച്ചായിരുന്നു. അതുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഈ പറയുന്ന രോഗിക്കുണ്ടോ, എങ്ങനെയാണ് ആൾട്ടറേഷൻ കാണിക്കുന്നത്. പിന്നെ പ്രോഗ്രസ് ഓഫ് ഇൽനെസ് എങ്ങനെയാണ്, അതായത് പേഷ്യൻ്റ് മരുന്ന് കഴിക്കുന്നുണ്ട് പ്രയോജനം വല്ലതും ഉണ്ടോ, അതോ മരുന്ന് കഴിക്കുന്നില്ല, ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നില്ല, പേഷ്യൻ്റെ കോഴ്സ് ഓഫ് ഇൽനെസ് എങ്ങനെയാണ്, അതാണ് പ്രോഗ്രസ്സിൽ കാണിക്കുന്നത്. മനസ്സിലായോ? പിന്നെ അസോസിയേറ്റഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ രോഗങ്ങളുമായിട്ടൊന്നും ബന്ധപ്പെടാത്ത ചില കാര്യങ്ങൾ പേഷ്യൻ്റ് രോഗത്തിൽ വരാം. മുമ്പേ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ലീഗൽ ഇംപ്ലിക്കേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ പേഷ്യൻ്റ് ഒരു റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് നടന്നു, അതുമായിട്ട് പേഷ്യൻ്റ് ഹെഡ് ഇഞ്ചുറി വല്ലതും ഉണ്ട്, അങ്ങനെ പേഷ്യൻറ്റിനെ ചിലപ്പം കൊണ്ടുപോയി ആദ്യമേ വേറൊരു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ചെയ്യേണ്ടി വന്നിരിക്കാം. ഹെഡ് ഇഞ്ചുറിയുമായിട്ട് ഉണ്ടായ കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ടായിരിക്കും പേഷ്യൻ്റ് മാനസിക ആശുപത്രി കൊണ്ടുവന്നേക്കുന്നത്. അല്ലെങ്കിൽ റോഡ് ട്രാഫിക് ആക്സിഡൻ്റ് ആകുമ്പം അല്ലെങ്കിൽ ട്രാഫിക്കുമായിട്ടും ബന്ധപ്പെട്ട എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ, ഇങ്ങനെയുള്ള ചില അഡീഷണൽ കാര്യങ്ങളും പേഷ്യൻ്റെ ഹിസ്റ്ററിയിൽ വരാം. അതും കളക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയാണ് പേഷ്യൻ്റെ ചീഫ് കംപ്ലയിൻസ് ആൻഡ് ഹിസ്റ്ററി ഓഫ് പ്രസൻറ്റ് ഇൽനെസ്സിൽ ഉൾപ്പെടുത്തേണ്ടത്. മനസ്സിലായല്ലോ? ചീഫ് കംപ്ലയിൻസ് ആൻഡ് ഹിസ്റ്ററി ഓഫ് പ്രസൻറ്റ് ഇൽനെസ്സിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് ഇത്രയും പറഞ്ഞത്. അൻറ്റിൽ വിച്ച് ഡേറ്റ് പേഷ്യൻ്റ് വാസ് ഓൾ റൈറ്റ്, ദെൻ വെൻ ഇറ്റ് സ്റ്റാർട്ടഡ്, പിന്നെ ആ ഡിസീസിൻ്റെ ഒക്കറൻസ് ഗ്രാജുവലാണോ, ഇൻസീഡിയസ് ആണോ, അക്യൂട്ടാണോ, പിന്നെ എന്തെങ്കിലും പ്രിസിപ്പിറ്റേറ്റിംഗ് ഫാക്ടർ ഉണ്ടോ, പിന്നെ ഡിസീസിൻ്റെ ഡ്യൂറേഷൻ വന്നപ്പോൾ തൊട്ട് ഇപ്പോൾ വരെയുള്ളത് ക്രൊണോളജിക്കൽ ഓർഡറിൽ എഴുതാൻ കഴിയണം, അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടണം. പിന്നെ ചേഞ്ച് ഇൻ സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടോ, പിന്നെ എനി ചേഞ്ച് ഇൻ ബയോളജിക്കൽ ഫംഗ്ഷൻ, അതായത് ഉറക്കത്തെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ, ആപ്പിറ്റൈറ്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ, പിന്നെ സെക്ഷൽ ഡിസയർ ഇങ്ങനെയുള്ള കാര്യത്തിൽ എന്തിലും അഫക്റ്റ് ചെയ്യുന്നുണ്ടോ, പിന്നെ പ്രോഗ്രസ് ഓഫ് ഇൽനെസ് എങ്ങനെയാണ്. അത് ചിലപ്പം പേഷ്യൻ്റ് പ്രോഗ്രസ് പോസിറ്റീവായിട്ടായിരിക്കും, ചിലപ്പം പേഷ്യൻ്റ് ഡിറ്റീരിയോറേറ്റ് ചെയ്തു പോകും, ട്രീറ്റ്മെൻറ്റ് ഒന്നും എടുക്കുന്നില്ല എന്നിരിക്കട്ടെ. അപ്പോൾ വീട്ടുകാർക്ക് ഈ പറയുന്ന സോഷ്യൽ സ്റ്റിഗ്മ ഉള്ളതുകൊണ്ട് ആരെയൊന്നും ഡോക്ടർമാരെയൊന്നും കൊണ്ട് കാണിക്കുന്നില്ല, വല്ല മന്ത്രവാദികളെയൊക്കെ ആയിരിക്കും കൊണ്ട് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് പേഷ്യൻ്റ് കിട്ടണമെന്നില്ല. അങ്ങനെ വരുമ്പം പേഷ്യൻ്റെ കണ്ടീഷൻ ഒരുപക്ഷെ ഡിറ്റീരിയോറേറ്റ് ചെയ്തു പോകാം. മനസ്സിലായോ? അല്ലെങ്കിൽ ചിലപ്പം പഴയ മരുന്ന് വല്ലതും, അല്ലെങ്കിൽ ആശുപത്രി കൊണ്ടുപോകാൻ ഇഷ്ടമില്ല, നാട്ടുകാരെല്ലാം അറിയത്തില്ല ഇവിടെ മാനസിക രോഗിയുണ്ടെന്ന്, അതുകൊണ്ട് പഴയ പ്രിസ്ക്രിപ്ഷനോ വല്ലതും എടുത്ത് മെഡിസിൻ മേടിച്ചൊക്കെ കൊടുത്തേക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ടേ പേഷ്യൻ്റെ പ്രോഗ്രസ് ശരിയാകണമെന്നില്ല.
ഓക്കെ. പിന്നെ അടുത്തത് അസോസിയേറ്റഡ് ഹിസ്റ്ററിക്ക് ഞാൻ എക്സാമ്പിൾ പറഞ്ഞല്ലോ, അതായത് ഡയറക്റ്റ്ലി രോഗമായിട്ട് ലിങ്ക് ചെയ്യാത്ത വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതും ഇത് ഹിസ്റ്ററിക്ക് പ്രസൻറ്റ് ഇൽനെസ്സിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ ഇത്രയാണ് ചീഫ് കംപ്ലയിൻറ്റ് ആൻഡ് ഹിസ്റ്ററി ഓഫ് പേഷ്യൻസ് ഇൽനെസ് എന്ന് പറയുന്നത്. ഇനിയും പാസ്റ്റ് ഹിസ്റ്ററിയാണ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇതുവരെയുള്ളത് നന്നായിട്ട് നോക്കിക്കൊണ്ട് പോരണം, എങ്കിൽ മാത്രമേ അടുത്ത ക്ലാസ്സിൽ പറയുന്നത് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ. അപ്പോൾ